വെൽക്കം ടു ജിയോ സയൻസ്. ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവര് പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 വരിക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് റീജിയണൽ ഡിവിഷൻ ഓഫ് ഹിമാലയാസ് അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ എന്ന ടോപ്പിക്കാണ്. റീജിയണൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹിമാലയത്തിനെ വിവിധ പ്രദേശങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർത്തേൺ മൗണ്ടൈൻ റീജിയണിന്റെ ടോപ്പോഗ്രഫിയുടെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ദ നോർത്തേൺ മൗണ്ടൈൻ റീജിയൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ഏതൊക്കെയായിരുന്നു അത്? ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹിൽസ് അല്ലേ? അപ്പൊ ടോപ്പോഗ്രഫിയുടെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹിമാലയത്തിന്റെ റീജിയണൽ ഡിവിഷൻ അല്ലെങ്കിൽ പ്രാദേശിക വിഭജനമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ റീജിയണിന്റെ ബേസിസിലാണ് ഹിമാലയത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. The rivers that originate from the Himalayas create deep gorges in their course. അതായത് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ നിർമ്മിക്കുന്നു. ഹിമാലയത്തിൽ നിന്ന് ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നതായിട്ട് നമുക്കറിയാം. ഏതൊക്കെയാണത്? ഇൻഡസ്, ബ്രഹ്മപുത്ര, ഗംഗ തുടങ്ങിയ ഒട്ടനവധി നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്, ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹിമാലയത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് എന്ത് ചെയ്യുന്നു? ദേ ക്രിയേറ്റ് ഡീപ്പ് ഗോർജസ്. ഡീപ്പായിട്ടുള്ള ആഴമേറിയ ഗോർജുകൾ. ഗോർജ് എന്ന് പറഞ്ഞാൽ ആഴമേറിയ താഴ്വരകളാണ്. അതിനെ നമ്മൾ ഗിരികന്ധരങ്ങൾ എന്ന് പറയും. അപ്പോൾ ദേ ക്രിയേറ്റ് ഡീപ്പ് ഗോർജസ് ഇൻ ദെയർ കോഴ്സ്. അതിന്റെ പാതയിൽ, അതിന്റെ വഴിയിൽ. കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വഴിയിൽ. അപ്പോൾ ഈ റിവേഴ്സ് ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ താഴ്വരകളെ വിളിക്കുന്ന പേരാണ് ഗോർജസ്. ഗോർജസ് അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ. ഈ റിവേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഹിമാലയത്തിന്റെ റീജിയണൽ ഡിവിഷൻ നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിയേ, the regional division of the Himalayas have been made on the basis of these cross-cutting rivers. അതായത് ഹിമാലയത്തിന്റെ റീജിയണൽ ഡിവിഷൻ, പ്രാദേശിക വിഭജനം നടത്തുന്നത് എങ്ങനെയാണ്? ഹൗ ബീൻ മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ്, എന്തിന്റെ ബേസിസിൽ, എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഓൺ ദ ബേസിസ് ഓഫ് ദീസ് ക്രോസ് കട്ടിംഗ് റിവേഴ്സ്. ഈ കുറുകെ ഒഴുകുന്ന, ഹിമാലയത്തിന് ക്രോസ് ആയിട്ട് കുറുകെ കട്ട് ചെയ്തൊഴുകുന്ന, കുറുകെ ഹിമാലയത്തിനെ മുറിച്ചൊഴുകുന്ന നദികളുടെ അടിസ്ഥാനത്തിലാണ്, ഈ ക്രോസ് കട്ടിംഗ് റിവേഴ്സിന്റെ ബേസിസിലാണ് ഹിമാലയത്തിനെ പല റീജിയൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദി ഹിമാലയാസ് ആർ വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിമാലയാസ്. അതായത് ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അപ്പോ നമ്മളത് ഏകദേശം എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, ഇതിപ്പോ ഹിമാലയം ഇങ്ങനെ നീളത്തിൽ കിടക്കുകയാണെങ്കിൽ ഹിമാലയത്തിന് കുറുകെ ഒരുപാട് നദികൾ ഒഴുകുന്നുണ്ട് അല്ലെ? കുറുകെ നദികൾ ഒഴുകുന്നുണ്ട്. ആ നദികൾ എന്ത് സൃഷ്ടിക്കുന്നുണ്ട്? വളരെ വലിയ ഗോർജുകൾ സൃഷ്ടിക്കുന്നുണ്ട്, ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോ നദികൾ ഇങ്ങനെ കുറുകെ ഒഴുകുകയാണ് ഹിമാലയത്തിന്. അപ്പോ ഇത് ആദ്യം വരുന്നത് ഒരു ഡിവിഷനാണ്. ഏറ്റവും പടിഞ്ഞാറ് വരുന്ന ഇതാണ് വെസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയും. അത് പടിഞ്ഞാറ് ഭാഗത്താണ്. എല്ലാവർക്കും ഡയറക്ഷൻസ് ഒക്കെ അറിയാം എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നടുക്ക് വരുന്നതാണ് മധ്യ ഹിമാലയം അല്ലെങ്കിൽ സെൻട്രൽ ഹിമാലയം എന്ന് പറയും. ഇനി കിഴക്ക് വരുന്നതാണ് ഈസ്റ്റേൺ ഹിമാലയാസ് അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ ഹിമാലയത്തിനെ വിവിധ റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിമാലയത്തിന്റെ റീജിയണൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ നദികൾ ഒരുപാട് ഗോർജുകൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ് ഗോർജ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു വലിയ ആഴമുള്ള താഴ്വര ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ? ആഴമുള്ള താഴ്വര നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആഴമുള്ള ഒരു താഴ്വരയാണിത്. അപ്പൊ ഇതിന്റെ ഏറ്റവും അടിയിലൂടെയാണ് ആരൊഴുകി പോകുന്നത്? അടിയിലൂടെയാണ് റിവർ ഒഴുകി പോകുന്നത്. കണ്ടോ, ഇത്തരത്തിൽ ആഴമുള്ള താഴ്വരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗിരികന്ധരങ്ങൾ അല്ലെങ്കിൽ ഗോർജസ്. ശരിക്കും പറഞ്ഞാൽ ഹിമാലയാസിലൂടെ
ഒഴുകുന്ന മിക്ക നദികളും ഗോർജുകൾ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ ഗോർജിന്റെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഭൂമിയെ കട്ട് ചെയ്താൽ, ഒരു നദി ഒഴുകുന്ന ഒരു പ്രദേശത്തെ കട്ട് ചെയ്താൽ ഗോർജ് ഇതാ ഏകദേശം ഈ രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. ഈ രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. കണ്ടോ? ഇതിന്റെ സൈഡ് വളരെ ചരിവ് കൂടിയതായിരിക്കും. ഇതിന്റെ വശങ്ങൾ വളരെ ചരിവ് കൂടിയതായിരിക്കും. മാത്രവുമല്ല ഇതിന് ആഴവും കാണും. വളരെ ഡീപ്പും ആയിരിക്കും ഇത്. അപ്പോൾ ഇതിന്റെ അടിഭാഗത്തൂടെ ആയിരിക്കും ആര് പോകുന്നത്? റിവർ പോകുന്നത്. അടിഭാഗത്തായിരിക്കും റിവർ ഇവിടാണ്. ഇതൊരു ക്രോസ് സെക്ഷൻ ആണ്. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറുകെ താഴേക്ക് കട്ട് ചെയ്തെടുത്തേക്കുമാണ്. ഇതിന്റെ അടിഭാഗത്തൂടി റിവർ പോകും. അപ്പൊ എന്താണ് ഗോർജ് എന്ന് നോക്കാം. ഡീപ്പ് വാലീസ് വിത്ത് സ്റ്റീപ്പ് സൈഡ്സ് ആർ നോൺ ആസ് ഗോർജസ്. അതായത് ഡീപ്പ് ആയിട്ടുള്ള വാലീസ് ആണ്, ആഴമേറിയതാണ്. മാത്രമല്ല അതിന്റെ വശങ്ങൾ എങ്ങനെയാണ്? സൈഡുകൾ സ്റ്റീപ്പ് സൈഡ്സ് ആണ്, അല്ലെ? ചെങ്കുത്തായ വശങ്ങളാണ്, സ്റ്റീപ്പ് സൈഡ് ആണ്. നോക്കിയേ, ഇവിടെ നമുക്ക് കാണാം, ഇവിടെ സ്റ്റീപ്പ് സൈഡ് ആണ്. ഈ പിക്ചറിൽ നോക്കിയാലും നമുക്ക് കാണാം ഗോർജിന്റെ എങ്ങനെയാണ്? സ്റ്റീപ്പ് സൈഡ് ആണ്. ആൻഡ് ഇങ്ങനെ ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗോർജസ് അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ. ഡീപ്പ് വാലീസ് വിത്ത് സ്റ്റീപ്പ് സൈഡ്സ് ആർ നോൺ ആസ് ഗോർജസ്. ഇനി റിവർ ഇൻഡസ്, റിവർ ഗംഗ ആൻഡ് റിവർ ബ്രഹ്മപുത്ര ക്രിയേറ്റ് ഗോർജസ് അക്രോസ് ദി ഹിമാലയൻ റേഞ്ചസ് ത്രൂ ഇറോഷൻ. സിന്ധു നദിയും ഗംഗാ നദിയും അതുപോലെ തന്നെ ബ്രഹ്മപുത്രയും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ഗോർജുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് ഏത് പ്രോസസ്സിലൂടെയാണ്? അത് ഇറോഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്, അപരദനം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്. അപരദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിയുടെ വശങ്ങളിലും താഴെയുമുള്ള ബെഡിലുമുള്ള മണ്ണും അതുപോലെ പാറകളെയും നദി പോകുന്ന വഴിക്ക് ഇളക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ആഴം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കും. നമ്മളിപ്പോ പഠിച്ചത് ഹിമാലയത്തിന്റെ റീജിയണൽ ഡിവിഷൻ ആണ്. ഏതൊക്കെയാണ്? ഹിമാലയത്തിന്റെ 3 റീജിയണൽ ഡിവിഷൻ ആണ്: വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഹിമാലയത്തിന്റെ റീജിയണൽ ഡിവിഷൻ കാണിക്കുന്ന ഒരു മാപ്പാണിത്. അപ്പോൾ ഇത് ഏതൊക്കെ റിവേഴ്സിന്റെ ഇടയിലായിട്ടാണ് ഓരോ ഡിവിഷനും വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും വെസ്റ്റിൽ കാണപ്പെടുന്ന റിവർ ആണ് ഇൻഡസ് റിവർ അഥവാ സിന്ധു നദി എന്ന് നമ്മൾ പറയും. അപ്പൊ സിന്ധു നദി കണ്ടേ ഏറ്റവും വെസ്റ്റിലായിട്ടാണ് വരുന്നത്. ഇതാണ് ഇൻഡസ് റിവർ. അതുപോലെ തന്നെ അത് കഴിഞ്ഞു വരുന്നതാണ് കാളി റിവർ. കാളി റിവർ ഏകദേശം ഉത്തരാഖണ്ഡിന്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കാളി റിവർ. അതിനുശേഷം സിക്കിമിന്റെ ഭാഗത്തായിട്ട് വരുന്ന റിവറാണ് ടീസ്റ്റാ റിവർ. പിന്നെ ഏറ്റവും കിഴക്കായിട്ട് വരുന്ന റിവറാണ് ബ്രഹ്മപുത്ര. ഈ അരുണാചൽ പ്രദേശ് വഴി ആസാമിലേക്ക് ഇറങ്ങി താഴേക്ക് പോകുന്നു, ബംഗ്ലാദേശിലേക്ക് പോകുന്നു. അപ്പോൾ ഈ 4 റിവേഴ്സിന്റെ ബേസിസിലാണ്, ഈ ക്രോസ് കട്ടിംഗ് റിവേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഹിമാലയത്തിന്റെ റീജിയണൽ ഡിവിഷൻ പറയുന്നത്. അപ്പൊ ഏറ്റവും പടിഞ്ഞാറ് ഇൻഡസ് റിവറിനും അതുപോലെ തന്നെ കാളി റിവറിനും ഇടയ്ക്കായിട്ട് ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഗ്രീൻ കളറിൽ വരുന്ന ആ ഒരു ഹിമാലയത്തിന്റെ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് വെസ്റ്റേൺ ഹിമാലയാസ് അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം. ഓക്കെ, അപ്പൊ പടിഞ്ഞാറൻ ഹിമാലയം അല്ലെങ്കിൽ വെസ്റ്റേൺ ഹിമാലയം ഏതൊക്കെ റിവേഴ്സിന്റെ ഇടയിലായിട്ടാണ്? ഇൻഡസ് റിവർ, സിന്ധു നദിയും അതുപോലെ തന്നെ കാളി റിവർ ഇതിന്റെ രണ്ടിനെയും ഇടയ്ക്കായിട്ടാണ്. ഇനി അടുത്ത ഡിവിഷനാണ് സെൻട്രൽ ഹിമാലയാസ് അല്ലെങ്കിൽ മധ്യ ഹിമാലയം വരുന്നത് കാളി റിവറിന്റെയും അതുപോലെ ടീസ്റ്റാ റിവറിന്റെയും ഇടയിലായിട്ട് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്ത ഈ ഓറഞ്ച് കളർ, യെല്ലോ അല്ല ഓറഞ്ച് കളറിൽ ഷെയ്ഡ് ചെയ്ത ഈ ഒരു പാർട്ടാണ് സെൻട്രൽ ഹിമാലയാസ് അല്ലെങ്കിൽ മധ്യ ഹിമാലയം. മധ്യ ഹിമാലയം കാളി റിവറിനും ടീസ്റ്റാ റിവറിനും ഇടയ്ക്കാണ്. ഇനി ടീസ്റ്റാ റിവറിനും ബ്രഹ്മപുത്ര റിവറിനും ഇടയിലായി ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് ഏത്? ഈസ്റ്റേൺ ഹിമാലയാസ് അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയം. അപ്പൊ ഏതൊക്കെ റിവേഴ്സിന്റെ ഇടയ്ക്കാണ് ഓരോ റീജിയണൽ ഡിവിഷൻ വരുന്നതെന്ന് നോക്കുക. ഇൻഡസിനും കാളിക്കും ഇടയിൽ വെസ്റ്റേൺ ഹിമാലയ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം, കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിലായിട്ട് സെൻട്രൽ ഹിമാലയാസ് അല്ലെങ്കിൽ മധ്യ ഹിമാലയം, ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലായിട്ട് കിഴക്കൻ ഹിമാലയ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയാസ്. ഇവിടെ ഹിമാലയത്തിന്റെ 3 റീജിയണൽ ഡിവിഷനും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഹിമാലയ മേഖലയും അത് വേർതിരിക്കുന്ന നദികളും, അതായത് ഹിമാലയൻ സോണും സെപ്പറേറ്റിംഗ് റിവേഴ്സും,
തന്നിട്ടുണ്ട്. വെസ്റ്റേൺ ഹിമാലയാസ് ഏതൊക്കെ റിവേഴ്സിന്റെ ഇടയ്ക്കാണ്? ഇൻഡസ് റിവറും കാളിയും. ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെൻട്രൽ ഹിമാലയാസ് കാളിയും ടീസ്റ്റയും. ഈസ്റ്റേൺ ഹിമാലയാസ് ടീസ്റ്റ, ബ്രഹ്മപുത്ര. ഇതന്നെയാണ്. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധുവിന്റെയും കാളി നദിയുടെയും ഇടയ്ക്കാണ്. മധ്യ ഹിമാലയം കാളിയുടെയും ടിസ്റ്റയുടെയും ഇടയ്ക്കാണ്. കിഴക്കൻ ഹിമാലയം ടിസ്റ്റയുടെയും ബ്രഹ്മപുത്രയുടെയും ഇടയ്ക്കായിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. The table given below shows the 3 regional divisions of the Himalayas and the rivers that separate them. അതായത് താഴെ തന്നിരിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ റീജിയണൽ ഡിവിഷനും, അതായത് പ്രാദേശിക മേഖലകളും എന്താണ് ആ പ്രാദേശിക മേഖലകളെ സെപ്പറേറ്റ് ചെയ്യുന്ന റിവേഴ്സും, സെപ്പറേറ്റിംഗ് റിവേഴ്സിനെയുമാണ് തന്നിട്ടുള്ളത്, വേർതിരിക്കുന്ന നദികളും. അപ്പോൾ മാർക്ക് ദ ലൊക്കേഷൻ ഓഫ് ദീസ് ഡിവിഷൻസ് ആൻഡ് റിവേഴ്സ് ഇൻ ദി ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗിവൺ മാപ്പ്. നേരത്തെ കാണിച്ച മാപ്പ് യൂസ് ചെയ്തിട്ട് ഈ റിവേഴ്സിനെയും അതുപോലെ തന്നെ ഈ ഡിവിഷൻസിനെയും, റീജിയണൽ ഡിവിഷൻസിനെയും ഒരു ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ മാപ്പിൽ, ഭൂപട രേഖയിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഹിമാലയത്തിന്റെ 3 റീജിയണൽ ഡിവിഷനും നമുക്കറിയാം. വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. അതിൽ ഒന്നാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള വെസ്റ്റേൺ ഹിമാലയത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വെസ്റ്റേൺ ഹിമാലയ എവിടെ മുതൽ ഏതൊക്കെ റിവേഴ്സിന്റെ ഇടയിലാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഈ ഭാഗത്ത് ഏറ്റവും പടിഞ്ഞാറായിട്ട് ഏതാണ്? ഇൻഡസ് റിവർ അല്ലെങ്കിൽ സിന്ധു നദിയാണ് വരുന്നത്. കിഴക്കായിട്ട് വരുന്ന റിവർ ഏതാണ്? കാളി റിവർ. ഈ 2 റിവറിന്റെയും ഇടയിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റേൺ ഹിമാലയ സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന ഏരിയയാണ് വെസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദി വെസ്റ്റേൺ ഹിമാലയാസ് വിച്ച് സ്ട്രെച്ചസ് ഫ്രം ദി ഇൻഡസ് റിവർ വാലി ടു ദ നോർത്ത് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ അപ് ടു ദി കാളി റിവർ വാലി ഇൻ ദി ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഉത്തരാഖണ്ഡ്. അതായത് പടിഞ്ഞാറൻ ഹിമാലയ അത് എവിടെ മുതലാണ് സ്ട്രെച്ച് ചെയ്യുന്നത്, വ്യാപിച്ചു കിടക്കുന്നത്? ഫ്രം ദി ഇൻഡസ് റിവർ വാലി, സിന്ധു നദി താഴ്വരയിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്, അത് തുടങ്ങുന്നത് ഈ വെസ്റ്റേൺ ഹിമാലയ. ഈ ഇൻഡസ് റിവർ വാലി എന്തിന്റെ നോർത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? ഇൻഡസ് റിവർ വാലി ടു ദ നോർത്ത് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരും ജമ്മു ആൻഡ് കാശ്മീർ. അതിന്റെ നോർത്തിലായിട്ടാണ് ആര് വരുന്നത്? ഇൻഡസ് റിവർ. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിന്റെ നോർത്തിലുള്ള ഇൻഡസ് റിവർ വാലിയിൽ നിന്നാണ് വെസ്റ്റേൺ ഹിമാലയ തുടങ്ങുന്നത്. ആൻഡ് അപ് ടു ദി കാളി റിവർ വാലി. എവിടം വരെ? കാളി റിവർ വാലി, കിഴക്ക് ഉത്തരാഖണ്ഡിന്റെ ഈസ്റ്റേൺ പാർട്ടിൽ, ഉത്തരാഖണ്ഡിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കാളി റിവർ വാലി വരെയാണ് പടിഞ്ഞാറൻ ഹിമാലയ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, ദ വെസ്റ്റേൺ ഹിമാലയാസ് വിച്ച് സ്ട്രെച്ചസ് ഫ്രം ദി ഇൻഡസ് റിവർ വാലി ടു ദ നോർത്ത് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ അപ് ടു ദി കാളി റിവർ വാലി ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിന്റെ ഈസ്റ്റേൺ പാർട്ട്, കിഴക്ക് വരെയാണ് വെസ്റ്റേൺ ഹിമാലയ സ്ഥിതി ചെയ്യുന്നത്. ഈ കാളി എന്ന് പറഞ്ഞാൽ ഘാഗര എന്ന് പറഞ്ഞ ഒരു റിവറിന്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്, പോഷക നദിയാണ് കാളി. ഓക്കെ, അപ്പൊ ഇവിടെ മുതൽ ജമ്മു കാശ്മീരിന് വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ നമുക്ക് എത്രയായി തരംതിരിക്കാം? വെസ്റ്റേൺ ഹിമാലയത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ വെസ്റ്റേൺ ഹിമാലയാസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3. ഏതൊക്കെയാണത്? കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. അപ്പൊ വെസ്റ്റേൺ ഹിമാലയത്തിന് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വെസ്റ്റേൺ ഹിമാലയത്തിന്റെ ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വെസ്റ്റേൺ ഹിമാലയത്തിന്റെ ഒന്നാമത്തതാണ് കാശ്മീർ ഹിമാലയ. രണ്ടാമത്തതാണ് ഹിമാചൽ ഹിമാലയ. മൂന്നാമത്തതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഓക്കെ, അപ്പൊ ഇത് 3ഉം ഓർത്തു വെക്കുക. ഓക്കെ, കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയ. നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഏറ്റവും മുകളിലായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ, അതാണ് കാശ്മീർ ഹിമാലയ. അതിന് താഴെ വരുന്നതാണ് ഹിമാചൽ പ്രദേശ്, അവിടാണ് ഹിമാചൽ ഹിമാലയ. അതിന് താഴെ ഉത്തരാഖണ്ഡ്, അവിടെ വരുന്ന ഹിമാലയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ. അപ്പൊ വെസ്റ്റേൺ ഹിമാലയത്തിന്റെ 3 ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഹിമാലയസിന്റെ 3 റീജിയണൽ ഡിവിഷനും നമുക്കറിയാം. വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. അതിൽ ഒന്നാമത്തെ റീജിയണൽ ഡിവിഷൻ ആയിട്ടുള്ള പടിഞ്ഞാറൻ ഹിമാലയം അല്ലെങ്കിൽ വെസ്റ്റേൺ ഹിമാലയത്തിന്റെ
മൂന്ന് ഡിവിഷൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണത്? കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. അപ്പൊ പടിഞ്ഞാറൻ ഹിമാലയം അല്ലെങ്കിൽ വെസ്റ്റേൺ ഹിമാലയത്തിലെ മൂന്ന് ഡിവിഷനിലെ ഒന്നാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള കാശ്മീർ ഹിമാലയ. നമുക്ക് കാശ്മീർ ഹിമാലയത്തെ കുറിച്ച് നോക്കാം. കാശ്മീർ ഹിമാലയ കഴിഞ്ഞ് നമുക്ക് ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം നോക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് കാശ്മീർ ഹിമാലയ നോക്കാം. The Kashmir Himalaya which extends over nearly 3.5 lakh square kilometer. അതായത് കാശ്മീർ ഹിമാലയ എത്ര ഏരിയയിലാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്? വിച്ച് എക്സ്റ്റെൻഡ്സ് ഓവർ നിയർലി 3.5 lakh സ്ക്വയർ കിലോമീറ്റർ. അത്രയും ഏരിയ, അതായത് 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ആര് വ്യാപിച്ചു കിടക്കുന്നത്? കാശ്മീർ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. ഇനി അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് റീജിയൻ. അതായത് നേരത്തെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിരുന്നു. ഇപ്പൊ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 2 യൂണിയൻ ടെറിട്ടറി ആക്കിയിട്ടുണ്ട്, ജമ്മു ആൻഡ് കാശ്മീറും ലഡാക്കും. അപ്പൊ ആ ജമ്മു ആൻഡ് കാശ്മീറും ലഡാക്ക് എന്ന് പറയുന്ന ആ 2 യൂണിയൻ ടെറിട്ടറിയിലായിട്ടാണ് കാശ്മീർ ഹിമാലയ സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഈസ് റഫ്ലി 700 കിലോമീറ്റർ ലോങ് ആൻഡ് 500 കിലോമീറ്റർ വൈഡ്. അതായത് അതിന് ഏകദേശം 700 കിലോമീറ്റർ നീളം വരും, അതുപോലെ തന്നെ 500 കിലോമീറ്റർ വീതി, അത്രയും വീതിയുമാണ് വരുന്നത് ഏകദേശം. അപ്പോൾ കാശ്മീർ ഹിമാലയ വിച്ച് എക്സ്റ്റെൻഡ്സ് ഓവർ നിയർലി 3.5 lakh സ്ക്വയർ കിലോമീറ്റർ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് റീജിയൻ ഈസ് റഫ്ലി 700 കിലോമീറ്റർ ലോങ് ആൻഡ് 500 കിലോമീറ്റർ വൈഡ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചുകളാണ്, പ്രധാനപ്പെട്ട പർവ്വത നിരകൾ. ഇവിടെ ഈ ഒരു ഭാഗത്തെ പർവ്വത നിരകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇത് വളരെ സ്നോ കവേർഡ് ആയിട്ടുള്ള പീക്കാണ്. അതായത് മഞ്ഞു മൂടിയ പീക്കുകൾ, കൊടുമുടികളാണ്, ഉയരം കൂടിയ വളരെ ഉയരമുള്ള കൊടുമുടികളാണ്. പിന്നെ ഇവിടെ വാലീസ് ഉണ്ട്, താഴ്വരകളുണ്ട്, ഹിൽ റേഞ്ചുകൾ, മലനിരകളും കാണപ്പെടുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ദ ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ചസ് ഓഫ് കാശ്മീർ ഹിമാലയ കണ്ടെയ്നിങ് സ്നോ കവേർഡ് പീക്സ്, വാലി ആൻഡ് ഹിൽ റേഞ്ചസ്. അതായത് മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ചസ്, പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചുകൾ ഏതൊക്കെയാണ്? ആർ കാരക്കോറം, സസ്കർ, ലഡാക്ക് ആൻഡ് പിർപ്പാഞ്ചൽ. ഇതിൽ കാരക്കോറം, സസ്കർ, ലഡാക്ക് നമുക്ക് പരിചയമുള്ളതായിരിക്കും. ട്രാൻസ് ഹിമാലയ പഠിപ്പിച്ചപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ചസ് ഓഫ് കാശ്മീർ ഹിമാലയ കണ്ടെയ്നിങ് സ്നോ കവേർഡ് പീക്സ്, വാലി ആൻഡ് ഹിൽ റേഞ്ചസ് ആർ. സ്നോ കവേർഡ് പീക്കും വാലികളും ഹിൽ റേഞ്ചുകളുമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഇമ്പോർട്ടന്റ് റേഞ്ചുകൾ ഏതൊക്കെയാണ്? ആ റേഞ്ചുകളുടെ എല്ലാം പേര് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കാരക്കോറം, കാരക്കോറത്തിന് തൊട്ട് താഴെയായിട്ട് ലഡാക്ക്, ലഡാക്കിന് താഴെ സസ്കർ, അതിന് താഴെ പിർപ്പാഞ്ചൽ. അപ്പൊ ഈ 4 മൗണ്ടൻ റേഞ്ചുകൾ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? കാശ്മീർ ഹിമാലയ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ 4 മൗണ്ടൻ റേഞ്ചുകളും ചേർന്ന് വരുന്ന പ്രദേശമാണ് കാശ്മീർ ഹിമാലയ. ഏതൊക്കെയാണ് മൗണ്ടൻ റേഞ്ചസ്? കാരക്കോറം, ലഡാക്ക്, കാരക്കോറം, ലഡാക്ക്, സസ്കർ, പിർപ്പാഞ്ചൽ, ഈ 4 വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഉയരം കൂടിയ പീക്കുകൾ, ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടുന്നുണ്ട്. കൊടുമുടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഈ പർവ്വത നിരയിൽ തന്നെ വളരെ ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടും. പല പല കൊടുമുടികൾ കാണപ്പെടും ഈ പർവ്വത നിരയിൽ തന്നെ, മൗണ്ടൻ റേഞ്ചിൽ. അങ്ങനെയുള്ള ഒരു ഒരു കൊടുമുടി, ഒരു പീക്കാണ് മൗണ്ട് കേറ്റു. മൗണ്ട് കേറ്റുവിന്റെ വേറൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇതിന് ഏകദേശം 8611 മീറ്റർ, 8611 മീറ്റേഴ്സ് ഹൈറ്റ് ആണ് മൗണ്ട് കേറ്റുവിന് ഉള്ളത്. ഓക്കെ, അപ്പൊ മൗണ്ട് കേറ്റു ഓൾസോ നോൺ ആസ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. അതിന്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ്. അതായത് ലോകത്തിലെ തന്നെ ഉയരത്തിൽ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു. സെക്കൻഡ് ഹയസ്റ്റ് ആണ്, പീക്ക് ഇൻ ദ വേൾഡ് ആണ് ആര്? മൗണ്ട് കേറ്റു. ഈ സിറ്റുവേറ്റഡ് ഇൻ ദി കാരക്കോറം റേഞ്ച്. അതായത് വെസ്റ്റേൺ ഹിമാലയത്തിലെ കാശ്മീർ ഹിമാലയത്തിലെ കാരക്കോറം റേഞ്ച്, ഏറ്റവും മുകളിലുള്ള കാരക്കോറം റേഞ്ചിൽ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതിൽ ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മൗണ്ട് കേറ്റു.
ഓക്കെ, മൗണ്ട് കെ ടു സ്ഥിതി ചെയ്യുന്നത്. ഈ മാപ്പ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത മാപ്പാണ്, ജസ്റ്റ് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട മൗണ്ടൈൻ റേഞ്ചുകൾ, കാശ്മീർ ഹിമാലയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പർവ്വത നിരകൾ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും മുകളിൽ കാരക്കോറം. ആ കാരക്കോറത്തിനകത്താണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ആ കാരക്കോറത്തിലാണ് മൗണ്ട് കെ ടു സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ മൗണ്ട് കെ ടു ഇവിടാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു കൊടുമുടിയാണ്, പീക്കാണ്. പിന്നെ അത് കൂടാതെ കാരക്കോറം കൂടാതെ താഴെ ലഡാക്ക് ഉണ്ട്, അതിന്റെ താഴെ സസ്കർ ഉണ്ട്, പിന്നെ സൈഡിലായിട്ട് പിർപ്പാഞ്ചലും ഉണ്ട്. ഇതാണ് പിർപ്പാഞ്ചൽ. ഈ 4 മൗണ്ടൈൻ റേഞ്ചുകൾ ചേരുന്നതാണ് കാശ്മീർ ഹിമാലയ. അടുത്തതായിട്ട് കാശ്മീർ ഹിമാലയാസിൽ കാണപ്പെടുന്ന ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ ഹിമാനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മഞ്ഞും ഐസും ഒക്കെ അടിഞ്ഞുകൂടി അക്യുമുലേറ്റ് ചെയ്ത് അത് കട്ടിപിടിച്ച്, ഐസ് ഇങ്ങനെ കട്ടിപിടിച്ചിരിക്കുന്ന ആ പാളികളെ, ഐസ് പാളികളെ, അത് വളരെ പതുക്കെ ചലിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള വളരെ കട്ടിയുള്ള ഐസ് പാളികളെയാണ് നമ്മൾ ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഹിമാനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഗ്ലേഷ്യേഴ്സ് ആണ് കാശ്മീർ ഹിമാലയത്തിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. സിയാച്ചിൻ, ബോൾട്ടോറോ. സിയാച്ചിനും ബോൾട്ടോറോ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ്. അപ്പോൾ സിയാച്ചൻ, ബോൾട്ടോറോ ആർ ദി ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് ഓഫ് ദിസ് റീജിയൻ. അതായത് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഹിമാനികൾ ഏതൊക്കെയാണ്? സിയാച്ചിനും ബോൾട്ടോറോയുമാണ്. ഈ ഗ്ലേഷ്യേഴ്സ് വളരെയധികം സഹായം റിവേഴ്സിന് ചെയ്യുന്നുണ്ട്. അതായത് ദീസ് ഗ്ലേഷ്യേഴ്സ് ഹെൽപ്പ് ദ റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് സച്ച് എസ് രവി, ജലം ആൻഡ് ചിനാബ്. അതായത് സിന്ധു നദിക്കും ഇൻഡസ് റിവറിനും അതിന്റെ ട്രിബ്യൂട്ടറികളായിട്ടുള്ള രവി, ജലം, ചിനാബ് തുടങ്ങിയ നദികളെയും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഗ്ലേഷ്യേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ടു ഹാവ് ലക്ഷൂറിയൻ വാട്ടർ ഫ്ലോ ത്രൂ ഔട്ട് ദി ഇയർ. അതായത് ത്രൂ ഔട്ട് ദി ഇയറും, വർഷം മുഴുവനും ഇതിനകത്ത് ലക്ഷൂറിയന്റ് ആയിട്ടുള്ള വാട്ടർ ഫ്ലോ, സമൃദ്ധമായ നീരൊഴുക്കിന് ഈ ഗ്ലേഷ്യേഴ്സ്, ഈ നദികളെ സഹായിക്കും. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗ്ലേഷ്യേഴ്സിൽ നിന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന, ഗ്ലേഷ്യേഴ്സ് ഉരുകി വരുന്ന വെള്ളമാണ് ഈ നദികളിലൂടെ കൂടുതലായിട്ടും ഒഴുകുന്നത്. അപ്പോൾ മഴക്കാലമാണെങ്കിൽ ഈ നദികളിൽ മഴയിൽ നിന്നുള്ള വെള്ളം കിട്ടും. പക്ഷെ വേനൽക്കാലമാണെങ്കിൽ എന്തായിരിക്കും? ഈ ഗ്ലേഷ്യർ, ഈ ഹിമാനികൾ ഉരുകി വരുന്ന, മെൽറ്റ് ചെയ്ത് വരുന്ന വെള്ളമായിരിക്കും ഈ റിവേഴ്സിലൂടെ പോകുന്നത്. അപ്പൊ മഴക്കാലത്തും ഈ റിവേഴ്സിൽ വെള്ളം കാണും, അതുപോലെ മഞ്ഞുകാലത്തിലും അല്ലെങ്കിൽ വേനൽക്കാലത്തും ഈ റിവേഴ്സിൽ എന്ത് കാണും? വെള്ളം കാണും. അപ്പൊ ഈ ഗ്ലേഷ്യേഴ്സ് ഇതിന് ലക്ഷൂറിയന്റ് ആയിട്ടുള്ള വാട്ടർ ഫ്ലോ വരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 2 ഗ്ലേഷ്യേഴ്സ് നോക്കി. ഇനി നോക്കാനുള്ളത് പാസുകളാണ് അഥവാ ചുരങ്ങളാണ്. എന്താണ് ചുരങ്ങൾ എന്ന് നോക്കാം. അതായത് ഇതിപ്പോ ഒരു മൗണ്ടൈൻ ആണെന്ന് വിചാരിക്കുക. ഈ മൗണ്ടൈന്റെ ഇടയ്ക്ക് ചില ഗ്യാപ്പുകൾ കാണും, ചില വിടവുകൾ കാണും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഈ വിടവ് വഴി, ഈ ഗ്യാപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 2 സൈഡിലേക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ മൗണ്ടൈന്റെ ഈ സൈഡിലുള്ള ആൾക്കാർക്ക് അപ്പുറത്തേക്ക് ഈ വിടവ് വഴി, ഈ പാസ് വഴി പോവാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഗ്യാപ്പുകളെ വിളിക്കുന്ന പേരാണ് ചുരങ്ങൾ അഥവാ പാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാസുകൾ എന്തിനാണ്? പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതത്തിനാണ് നമ്മളെ സഹായിക്കുന്നത്. അത് നമുക്ക് ചരക്ക് ഗതാഗതമാകാം, ഫ്ലൈറ്റ് ആകാം, അല്ലെങ്കിൽ ആൾക്കാർ, പാസഞ്ചർ ആവാം, ആൾക്കാർക്കും സഞ്ചരിക്കാം ഇതുവഴി. അപ്പോൾ ദ ഫ്രൈറ്റ് ആൻഡ് പാസഞ്ചർ മൂവ്മെന്റ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി മൗണ്ടൈൻ ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ മൗണ്ടൈൻ പാസസ്. അതായത് മൗണ്ടൈൻ പാസുകളാണ് എന്തിനു സഹായിക്കുന്നത്? ഫ്രൈറ്റ് ആൻഡ് പാസഞ്ചർ മൂവ്മെന്റ്. ഫ്രൈറ്റ്, ചരക്കുകളും അതുപോലെ ആൾക്കാരുടെയും മൂവ്മെന്റിന് ഇരുവശങ്ങളിലേക്ക്, ഓൺ ഐദർ സൈഡ് ഓഫ് ദി മൗണ്ടൈൻ, ഒരു മൗണ്ടൈന്റെ ഇരുവശങ്ങളിലും ഐദർ സൈഡിലേക്കും, 2 സൈഡിലേക്കും സഞ്ചരിക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? ഈ മൗണ്ടൈൻ പാസസ് ആണ്. ഓക്കെ, ദ ഫ്രൈറ്റ് ആൻഡ് പാസഞ്ചർ മൂവ്മെന്റ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി മൗണ്ടൈൻ ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ മൗണ്ടൈൻ പാസസ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. ഈ ചുരം കാരണമല്ലേ ഈ ഇരുവശങ്ങളിലേക്ക്, മൗണ്ടൈന്റെ ഐദർ സൈഡിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതത്തിന് സഹായിക്കുന്നത് ഈ പാസുകളാണ്. ഇനി പാസസ് എന്താണ്? പാസസ് ആർ ദി കമ്പാരറ്റീവ്ലി ഈസിയർ നാച്ചുറൽ പാസേജസ്. അതായത് താരതമ്യേന വളരെ
ഈസിയർ ആയിട്ടുള്ള എളുപ്പത്തിൽ നമുക്ക് പോകാൻ കഴിയുന്ന നാച്ചുറൽ പാസേജ് ആണ്, പ്രകൃതിദത്തമായ ഇടങ്ങളാണ്, സ്വാഭാവികമായ ഇടങ്ങളാണ്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഇൻ ദി മൗണ്ടേനിയസ് ടെറൈൻ, അതായത് പർവ്വത മേഖലകളിലാണ് ഇത് കാണപ്പെടുന്നത്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളെയാണ് നമ്മൾ ചുരങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചുരങ്ങൾ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ് അല്ലെ? ഗ്ലേഷ്യറിനെ പോലെ തന്നെ ചുരങ്ങളും പാസുകളും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇടങ്ങളാണ്. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് ബാണിഹാൾ പാസ്. ഓക്കെ, ബനിഹാൾ പാസ് അക്രോസ് ദി പിർപ്പാഞ്ചൽ റേഞ്ച്, അതായത് പിർപ്പാഞ്ചൽ റേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാസ് ആണ് ബനിഹാൾ പാസ്. അപ്പൊ ഈ ഒരു പാസ് ബനിഹാൾ പാസ് ആണെന്ന് വിചാരിക്കുക. ഈ പാസ് ബനിഹാൾ പാസ് ആണെങ്കിൽ ഇത് പിർപ്പാഞ്ചൽ റേഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തിനെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? ദാറ്റ് കണക്ട്സ് ജമ്മു കാശ്മീർ വിത്ത് കാശ്മീർ വാലി ഇത് ആൻ എക്സാമ്പിൾ. അതായത് ബനിഹാൾ പാസ് ഒരു മൗണ്ടൈൻ പാസ് ആണ്. അത് കണക്ട് ചെയ്യുന്നത് മുകളിൽ കാശ്മീർ ആയിരിക്കും, ഈ ഭാഗത്ത് കാശ്മീർ ആയിരിക്കും, താഴെ ജമ്മു ആയിരിക്കും. അപ്പോൾ ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാസ് ആണ് ബനിഹാൾ പാസ്. അത് സ്ഥിതി ചെയ്യുന്നത് പിർപ്പാഞ്ചൽ മൗണ്ടൈൻ റേഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ ബനിഹാൾ പാസ് അക്രോസ് ദി പിർപ്പാഞ്ചൽ റേഞ്ച് ദാറ്റ് കണക്ട്സ് ജമ്മു വിത്ത് കാശ്മീർ വാലി ഇസ് ആൻ എക്സാമ്പിൾ. ജമ്മുവിനെ കാശ്മീർ വാലിയുമായിട്ടാണ് ബനിഹാൾ പാസ് കണക്ട് ചെയ്യുന്നത്. ഇത് ബനിഹാൾ പാസിന്റെ ഒരു മാപ്പാണ്. അപ്പോൾ ഇത് ബനിഹാൾ ചുരം, ഇതാണ് ബനിഹാൾ ചുരം എന്ന് പറയുന്നത്. ഇത് കാശ്മീർ താഴ്വരയും അതുപോലെ തന്നെ ജമ്മുവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പിർപ്പാഞ്ചൽ റേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചുരമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഗ്ലേഷ്യറിൽ എക്സാമ്പിൾ പറഞ്ഞല്ലോ, സിയാച്ചിൻ ഗ്ലേഷ്യറിനെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. സിയാച്ചിൻ ഗ്ലേഷ്യർ വേൾഡ്സ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ആണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ എന്ന് പറയുന്നത്. അവിടെ സ്ഥിരം യുദ്ധങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പൊ വേൾഡ്സ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ്. കാശ്മീർ ഹിമാലയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ കാണപ്പെടുന്ന ഫ്രഷ് വാട്ടർ ലേക്സ് അഥവാ ശുദ്ധജല തടാകങ്ങൾ. അപ്പോൾ ദർ ആർ ന്യൂമറസ് ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ കാശ്മീർ ഹിമാലയത്തിൽ എന്തുണ്ട്? ന്യൂമറസ് ഫ്രഷ് വാട്ടർ ലേക്സ്, ധാരാളം ഫ്രഷ് വാട്ടർ ലേക്കുകൾ കാണപ്പെടുന്നുണ്ട്. ആൻഡ് ദാൽ ലേക്ക് ഈസ് ഇമ്പോർട്ടന്റ് എമംഗ് ദം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടാകമാണ് ദാൽ ലേക്ക്. ഓക്കെ, അപ്പൊ ദർ ആർ ന്യൂമറസ് ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ ദി കാശ്മീർ ഹിമാലയ ആൻഡ് ദാൽ ലേക്ക് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എമംഗ് ദം. ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രഷ് വാട്ടർ ശുദ്ധജല തടാകമാണ് ദാൽ ലേക്ക്. ഈ ദാൽ ലേക്കിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ശ്രീനഗർ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദിസ് ലേക്ക്. ഈ ലേക്കിന്റെ ബാങ്കിലാണ്, തീരത്താണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ശ്രീനഗർ എന്നുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ടൂറിസ്റ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ സെന്റർ. വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ സെന്റർ ആണ്. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാര കേന്ദ്രം, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ സെന്ററുമാണ്, വാണിജ്യ കേന്ദ്രം കൂടിയാണ്. ഇവിടെ കച്ചവടവും നടക്കുന്നുണ്ട്. സോ ശ്രീനഗർ ഇസ് ആൻ ഇമ്പോർട്ടന്റ് ടൂറിസ്റ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ സെന്റർ. ഈ കാശ്മീർ ടൂറിസത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ അല്ലെങ്കിൽ കാശ്മീർ ടൂറിസത്തിന്റെ ഹോൾമാർക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഇവിടെ കാണപ്പെടുന്ന ഷിക്കാര ബോട്ട്സും ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സുമാണ്. ഓക്കെ, അതായത് ദ ഷിക്കാര ബോട്ട്സ് ആൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ആർ ദി ഹോൾമാർക്സ് ഓഫ് കാശ്മീർ ടൂറിസം. കാശ്മീരിലെ ദാൽ തടാകത്തിലെ ഷിക്കാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുമാണ് കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഷിക്കാര ബോട്ട്സും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സും കാണാനായിട്ട് സാധിക്കും. ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ തോണികളിൽ തന്നെ നമ്മൾ വിപണികൾ, ചെറിയ മാർക്കറ്റുകൾ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കച്ചവടം നടത്തും. അപ്പൊ അതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ്. ഇത് രണ്ടുമാണ് കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകൾ. അതുപോലെ തന്നെ കാശ്മീരിൽ കാണപ്പെടുന്ന മറ്റൊന്നാണ് മർഗ്സ് എന്ന് പറഞ്ഞാൽ പുൽമേടുകളാണ്. വേനൽക്കാലത്ത് പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്ന് പറയുന്നത്. അപ്പൊ മർഗ്സ് ആർ ദി മെഡോസ് എന്ന് പറഞ്ഞാൽ പുൽമേടുകൾ എന്നാണ്. എവിടെയാണത് ഫോം ചെയ്യുന്നത്? ഫോംഡ് അലോങ് ദി മൗണ്ടെയിൻ സ്ലോപ്സ്, അതായത് മൗണ്ടെയിൻ സ്ലോപ്പുകളിലാണ്, പർവ്വത ചരിവുകളിലാണ് ഈ മർഗുകൾ ഫോം ചെയ്യുന്നത്. ഏത് സമയത്താണ്? ഡ്യൂറിങ് സമ്മർ സീസൺ. അതായത് സമ്മർ സീസണിൽ മൗണ്ടെയിൻ സ്ലോപ്പുകളിൽ ഫോം ചെയ്യുന്ന
മെഡോസ് അഥവാ പുൽമേടുകളാണ് മർഗുകൾ എന്ന് പറയുന്നത്. എന്നാൽ സമ്മർ സീസൺ കഴിഞ്ഞ് വേനൽക്കാലം കഴിഞ്ഞ് വിന്റർ വരുമ്പോൾ ശൈത്യകാലം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ മർഗുകളെല്ലാം സ്നോയിൽ കവർ ആവും, അല്ലെ? മഞ്ഞ് വീണ് കംപ്ലീറ്റ് ആയിട്ട് അത് മഞ്ഞ് മൂടും. അപ്പോൾ ആസ് ദീസ് മർഗ്സ് ഗെറ്റ് കവേർഡ് അണ്ടർ സ്നോ ഡ്യൂറിങ് വിന്റർ, അതായത് വിന്ററിൽ ഈ മർഗുകൾ എന്തിൽ കവർ ചെയ്യപ്പെടും? ഗെറ്റ് കവേർഡ് അണ്ടർ സ്നോ. അപ്പൊ ഈ അന്നേരം സ്നോയിൽ കവർ ചെയ്യപ്പെടുമ്പോൾ ഈ പ്രദേശം കാണാൻ, ഈ റീജിയൻ കാണാൻ വളരെ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ മേഖലയിലേക്ക് എന്ത് ചെയ്യപ്പെടും? അട്രാക്ട് ചെയ്യപ്പെടും. ദ റീജിയൻ അട്രാക്ട്സ് ടൂറിസ്റ്റ് ഫോർ വിന്റർ ഗെയിംസ് സച്ച് എസ് സ്കീയിങ്, അതായത് സ്കീയിങ് പോലെയുള്ള ശീതകാല അല്ലെങ്കിൽ മഞ്ഞുകാല വിനോദങ്ങൾക്കായിട്ട് ടൂറിസ്റ്റുകൾ ഈ മേഖലയിലേക്ക് എന്ത് ചെയ്യപ്പെടും? അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ വേനൽക്കാലത്ത് ഇത് മെഡോസ് ആണ്, പുൽമേടുകളാണ്. എന്നാൽ വിന്റർ സീസൺ വരുമ്പോൾ ഈ മർഗുകൾ എന്തായിട്ട് മാറും? സ്കീയിങ് പോലെയുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായിട്ട് എന്ത് ചെയ്യും? ആൾക്കാർ ഉപയോഗിക്കും. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വിന്റർ സീസണിൽ ഈ മർഗുകളിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള മർഗുകൾക്കുള്ള എക്സാമ്പിൾ ആണ് സോൻമർഗ് ആൻഡ് ഗുൽമർഗ്. ഓക്കെ, അപ്പൊ സോൺമർഗും ഗുൽമർഗുമാണ് എന്തിനുള്ള എക്സാമ്പിൾ? മർഗുകൾക്കുള്ള എക്സാമ്പിൾസ്. ഇപ്പൊ നമ്മൾ വെസ്റ്റേൺ ഹിമാലയാസിൽ വരുന്ന കാശ്മീർ ഹിമാലയത്തെ കുറിച്ച് പഠിച്ചു. ഇനി വെസ്റ്റേൺ ഹിമാലയത്തിൽ വരുന്ന രണ്ട് ഡിവിഷൻ എന്ന് പറയുന്നത് ഹിമാചൽ ഹിമാലയം അതുപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് നോക്കാം എന്താണെന്ന്. വൈ ആർ ദി ഹിമാലയൻ റിവേഴ്സ് വാട്ടർ റിച്ച് ഇയർ റൗണ്ട്? അതായത് ഹിമാലയൻ റിവേഴ്സ് എല്ലാ വർഷവും എല്ലാ കാലവും എന്താണ്? വാട്ടർ റിച്ച് ആണ്, ജലസമൃദ്ധമാണ്. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ ഹിമാലയൻ നദികൾ വർഷം മുഴുവൻ ജലസമൃദ്ധമായിരിക്കാൻ കാരണം എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹിമാലയൻ റിവേഴ്സിന്റെ ഒരു പ്രത്യേകതയാണത്. എല്ലാ വർഷവും അതിൽ ഏത് കാലമായാലും ഏത് സീസൺ ആയാലും അതിൽ വെള്ളം കാണും. അത് സമ്മർ സീസൺ ആയാലും വിന്റർ ആയാലും റെയിനി സീസൺ ആയാലും അതിൽ വെള്ളം കാണും. അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ റീസൺ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലേഷ്യേഴ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഹിമാലയൻ റിവേഴ്സിനെല്ലാം എല്ലാ കാലവും വെള്ളം കാണുന്നത്. അതായത് ഇപ്പം റെയിനി സീസൺ ആണെങ്കിൽ, മഴക്കാലമാണെങ്കിൽ അതിൽ എന്ത് കാണും? മഴയിൽ നിന്നുള്ള ജലം കാണും, അല്ലേ? അതേസമയം സമ്മർ സീസൺ അല്ലെങ്കിൽ വേനൽക്കാലമാണെങ്കിൽ ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഹിമാനി ഉരുകി മെൽറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള വെള്ളമായിരിക്കും സമ്മർ സീസണിൽ ഈ റിവേഴ്സിൽ, ഹിമാലയൻ റിവേഴ്സിൽ കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്മർ സീസണിൽ ഈ റിവേഴ്സ് ഒന്നും തന്നെ വറ്റില്ല. അപ്പൊ എല്ലാ കാലവും വിന്റർ ആയാലും റെയിനി ആയാലും സമ്മർ ആയാലും അതിൽ വെള്ളം കാണും. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? കാശ്മീർ ഹിമാലയത്തിലെ സിയാച്ചിൻ ബോൾത്തോറ ഗ്ലേഷ്യേഴ്സ് ഹെൽപ്പ് ദി ഇൻഡസ് റിവർ. അതിനെ ഇൻഡസ് റിവറിനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? ടു ഹാവ് ലക്ഷൂറിയന്റ് വാട്ടർ ഫ്ലോ ത്രൂ ഔട്ട് ദി ഇയർ. അതായത് വർഷം തോറും ലക്ഷൂറിയന്റ് ആയിട്ടുള്ള വാട്ടർ ഫ്ലോ നൽകി ആ റിവേഴ്സിനെ ആ ഗ്ലേഷ്യേഴ്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലേഷ്യേഴ്സ് ഹെൽപ്പ് ദി ഹിമാലയൻ റിവേഴ്സ് ടു ഹാവ് ലക്ഷൂറിയന്റ് വാട്ടർ ഫ്ലോ ത്രൂ ഔട്ട് ദി ഇയർ എന്നുള്ളതാണ്. ആൻഡ് ഹിമാലയൻ റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ഗ്ലേഷ്യേഴ്സ്. അപ്പൊ ഇതാണ് വർഷം മുഴുവനും ഹിമാലയൻ റിവേഴ്സ് ജലസമൃദ്ധമായിരിക്കാൻ കാരണം. അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത്തെ വെസ്റ്റേൺ ഹിമാലയത്തിലെ കാശ്മീർ ഹിമാലയ കഴിഞ്ഞാൽ വരുന്ന രണ്ടാമത്തെ ഡിവിഷനാണ് ഹിമാചൽ ഹിമാലയ. അതിന്റെ പേരിൽ പറയുന്നത് പോലെ തന്നെ ഹിമാചൽ ഹിമാലയ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട മൗണ്ടൈൻ റേഞ്ച് ആണ്. ഇവിടെ പറയുന്നത് ദ മേജർ ഷെയർ ഓഫ് ഹിമാചൽ ഹിമാലയ ഇസ് ദ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്. അതായത് ഹിമാചൽ ഹിമാലയയുടെ മേജർ ഷെയറും പ്രധാന ഷെയറും വരുന്ന എവിടെയാണ്? ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ ഹിമാലയയുടെ മേജർ ഷെയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 3 റിവേഴ്സ് ആണ് കാണപ്പെടുന്നത്: ചിനാബ്, രവി, ബിയാസ്. ഈ 3 റിവേഴ്സും ഇൻഡസ് റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. സിന്ധു നദിയുടെ പോഷക നദികളാണ് ചിനാബും രവിയും ബിയാസും. അപ്പൊ ഈ 3 റിവേഴ്സ് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട റിവേഴ്സ് എന്ന് പറയുന്നത്. ചിനാബ്, രവി, ബിയാസ് ആർ ദി ഇമ്പോർട്ടന്റ് റിവേഴ്സ് ഇൻ ദിസ് മൗണ്ടേനിയസ് റീജിയൻ. ഈ മൗണ്ടേനിയസ് റീജിയനിലെ ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ്. ഇനി ഇവിടുത്തെ മൗണ്ടൈൻ റേഞ്ചസ് നോക്കാം. പ്രധാനമായിട്ടും 2 മൗണ്ടൈൻ റേഞ്ച് ആണ് ഇവിടെ വരുന്നത്, ധൗളാധാറും അതുപോലെ തന്നെ പിർപ്പാഞ്ചലും. ഇത് രണ്ടുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മൗണ്ടൈൻ റേഞ്ചസ്. ധൗളാധാർ ആൻഡ് പിർപ്പാഞ്ചൽ ആർ ദി മൗണ്ടൈൻ റേഞ്ചസ് ഇൻ ദിസ് റീജിയൻ. ഈ റീജിയനിലെ പ്രധാനപ്പെട്ട മൗണ്ടൈൻ റേഞ്ചസ്, പർവ്വത നിരകളാണ് ഏതൊക്കെ? ധൗളാധാറും
പിർപ്പാഞ്ചലും. നമ്മൾ പിർപ്പാഞ്ചൽ കാശ്മീർ ഹിമാലയത്തിലും പഠിച്ചിട്ടുണ്ട്. അപ്പം പിർപ്പാഞ്ചൽ ഇങ്ങനെ കാശ്മീർ ഹിമാലയത്തിലുണ്ട്. അത് കഴിഞ്ഞ് നീണ്ട് എങ്ങോട്ടും കൂടി കിടപ്പുണ്ട്, ഹിമാചൽ പ്രദേശിലേക്കും കൂടി കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് ഹിമാലയത്തിലും പിർപ്പാഞ്ചൽ വരുന്നത്. അപ്പൊ ധൗളാധാറും പ്രധാനമായിട്ടും ധൗളാധാറുണ്ട്, അതുപോലെ തന്നെ ധൗളാധാർ വരുന്നുണ്ട്, അതുപോലെ തന്നെ പിർപ്പാഞ്ചൽ. ഇത് രണ്ടുമാണ് ഇവിടുത്തെ മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ ഫ്രഷ് വാട്ടർ ലേക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെവറൽ ഫ്രഷ് വാട്ടർ ലേക്സ് ലൈക്ക് ചന്ദ്രതാൽ ആൻഡ് സൂരജ് താൽ ആർ ഫൗണ്ട് ഇൻ ദീസ് മൗണ്ടെയിൻ റേഞ്ചസ്. അതായത് ഒരുപാട് സെവറൽ ഫ്രഷ് വാട്ടർ ലേക്സ്, ശുദ്ധജല തടാകങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രതാൽ ആൻഡ് സൂരജ് താൽ. ഇത് രണ്ടും എവിടെയാണ്? ആർ ഫൗണ്ട് ഇൻ ദീസ് മൗണ്ടെയിൻ റേഞ്ചസ്. ഈ മൗണ്ടെയിൻ റേഞ്ചസിൽ കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഇത് കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പാസുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ രണ്ട് പാസുകളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത്. ആദ്യത്തേതാണ് ബെർലാജാല പാസ് എന്ന് പറയും. ബെർലാജാല പാസും അതുപോലെ തന്നെ മറ്റൊരു പാസ്സാണ് റോഹ്താങ് പാസ്. ഈ രണ്ട് പാസുകളാണ് ഇവിടെ ഉള്ളത്, ബെർലാജാലയും റോഹ്താങ്ങും. അപ്പോൾ ഈ ബെർലാജാല പാസ് കണക്ട് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ടാണ്. നോക്കിയേ, ദ ബെർലാജാല പാസ് കണക്ട്സ് ഹിമാചൽ പ്രദേശ് വിത്ത് ലഡാക്ക്. ഹിമാചൽ പ്രദേശിനെ ജമ്മു ആൻഡ് കാശ്മീരിലെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ ബെർലാജാല ചുരമാണ്. അപ്പോൾ ബെർലാജാല പാസ് കണക്ട്സ് ഹിമാചൽ പ്രദേശ് വിത്ത് ലഡാക്ക്. ഇനി രണ്ടാമത്തെ ചുരമായിട്ടുള്ള റോഹ്താങ് പാസ് കണക്ട് ചെയ്യുന്നത് കുളു വാലി വിത്ത് ലാഹുൽ ആൻഡ് സ്പിറ്റി വാലി. അതായത് കുളു വാലിയെ ലാഹുൽ സ്പിറ്റി വാലികളുമായിട്ട് കണക്ട് ചെയ്യുന്ന ചുരം അല്ലെങ്കിൽ പാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് റോഹ്താങ് പാസ് ആണ്. അപ്പൊ ഇത് രണ്ടുമാണ്, ബാർലാജാല പാസും റോഹ്താങ് പാസുമാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പാസസ്. സോ ബാർലാജാല പാസ് ആൻഡ് റോഹ്താങ് പാസസ് ആർ ദി ഇമ്പോർട്ടന്റ് പാസസ് ഇൻ ഹിമാലയ. അപ്പൊ ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹിമാലയയിൽ വരുന്ന പ്രധാനപ്പെട്ട മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജമ്മു ആൻഡ് കാശ്മീരിന് താഴെയായിട്ടാണ് ഹിമാചൽ പ്രദേശ് വരുന്നത്. അവിടെ പ്രധാനമായിട്ടും രണ്ട് മൗണ്ടെയിൻ റേഞ്ച് ആണ് ഉള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് നേരെ താഴേക്ക് വരുന്ന പിർപ്പാഞ്ചൽ റേഞ്ചിന്റെ കുറച്ച് ഭാഗം ഹിമാചൽ പ്രദേശിൽ വരുന്നുണ്ട്. ഇത്രയും ഭാഗം ഹിമാചൽ പ്രദേശിൽ വരുന്നുണ്ട്. അതുകൂടാതെ അതിന്റെ താഴെയായിട്ട് വരുന്നതാണ് ധൗളാധാർ എന്ന് പറയുന്ന റേഞ്ച്. ഈ നീളത്തിൽ കാണപ്പെടുന്ന ഇതാണ് ധൗളാധാർ. അപ്പൊ ഈ രണ്ട് റേഞ്ചുകളുമാണ് ഹിമാലയയിൽ വരുന്ന റേഞ്ചുകൾ. ഏതൊക്കെയാണത്? പിർപ്പാഞ്ചലും ധൗളധാറും. ഇത് ബാർലാജാല പാസിന്റെ ഒരു പിക്ചറാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മൗണ്ടെയിൻസിന്റെ ഇടയിലൂടെയുള്ള നാച്ചുറൽ പാസേജുകളാണ് ഇത്. ഹിമാലയയിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലീസ് കാണപ്പെടുന്നുണ്ട്, താഴ്വരകൾ. പ്രധാനമായിട്ടും ഇവിടെ കാണപ്പെടുന്ന 3 താഴ്വരകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കുളു, കാംഗ്ര, അതുപോലെ തന്നെ ലാഹുൽ. കുളു, കാംഗ്ര, ലാഹുൽ എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാലീസ് അല്ലെങ്കിൽ താഴ്വരകൾ. പിന്നെ ഇതുകൂടാതെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്, അതായത് ഹിൽ സ്റ്റേഷൻസ്. അങ്ങനെയുള്ള ടൂറിസ്റ്റ് സെന്റേഴ്സ് ഏതൊക്കെയാണ്? ഷിംലയുണ്ട്, അതുപോലെ തന്നെ മണാലി. അപ്പൊ ഈ വാലീസും ടൂറിസ്റ്റ് സെന്റേഴ്സും ഹിൽ സ്റ്റേഷൻസും എല്ലാം തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളെ ഈ പ്രദേശത്തേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പോൾ ബ്യൂട്ടിഫുൾ വാലീസ് സച്ചസ് കുളു, കാംഗ്ര, ലാഹുൽ, അതായത് കുളു, കാംഗ്ര, ലാഹുൽ പോലെയുള്ള മനോഹരമായ താഴ്വരകളും, അതുപോലെ തന്നെ ടൂറിസ്റ്റ് സെന്റേഴ്സ് സച്ചസ് ഷിംല, മണാലി, ടൂറിസ്റ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ടുള്ള ഷിംലയും മണാലിയും അട്രാക്ട് ന്യൂമറസ് ടൂറിസ്റ്റ്. അതായത് ഒരുപാട് ടൂറിസ്റ്റുകളെ എന്ത് ചെയ്യുന്നു? ഈ പ്രദേശത്തേക്ക് അട്രാക്ട് ചെയ്യുന്നു, ആകർഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വിനോദസഞ്ചാര മേഖല ഇവിടെ നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ട്. In these places where snowfall and mild winters are experienced, hot springs can also be seen at a few places. അതായത് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ in these places where snowfall and mild winters are experienced, ഇവിടെ പ്രധാനമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇവിടെ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ്? അനുഭവപ്പെടുന്നത് വളരെ മൈൽഡ് ആയിട്ടുള്ള വിന്റേഴ്സ് ആണ്. അതായത് ഒരു മിതമായിട്ടുള്ള ശൈത്യകാലം.
അതുപോലെ തന്നെ സ്നോഫാൾ മഞ്ഞുവീഴ്ചയും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ ദീസ് പ്ലേസസ് വേർ സ്നോഫാൾ ആൻഡ് മൈൽഡ് വിന്റേഴ്സ് ആർ എക്സ്പീരിയൻസ്ഡ്, മഞ്ഞുവീഴ്ചയും അതുപോലെ തന്നെ എന്താണ് മൈൽഡ് വിന്റേഴ്സും മിതമായിട്ടുള്ള ശൈത്യകാലവും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഹോട്ട് സ്പ്രിങ്സ് ക്യാൻ ഓൾസോ ബി സീൻ അറ്റ് എ ഫ്യൂ പ്ലേസസ്. ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് നീരുറവകളാണ്. ഇത്തരത്തിലുള്ള ചൂട് നീരുറവകളും നമുക്ക് എവിടെ കാണാൻ പറ്റും? വി ക്യാൻ ബി സീൻ അറ്റ് എ ഫ്യൂ പ്ലേസസ്, ചില സ്ഥലങ്ങളിൽ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ ഒരു കുളു വാലിയുടെ ഒരു പിക്ചർ കാണാനായിട്ട് സാധിക്കും. ഇതൊരു വലിയ താഴ്വരയാണ്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഷിംല എന്ന് പറഞ്ഞ ഹിൽ സ്റ്റേഷന്റെ ഒരു പിക്ചർ കൂടി തന്നിട്ടുണ്ട് താഴെ. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന ഹോട്ട് സ്പ്രിങ്സ് അല്ലെങ്കിൽ ചൂട് നീരുറവകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഒരുപാട് ഹോട്ട് സ്പ്രിങ്സ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഹോട്ട് സ്പ്രിങ്സ് ചൂട് നീരുറവകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് നോക്കാം. റെയിൻ വാട്ടർ സ്വീപ്സ് ഇൻ ടു ദി എർത്ത് ആൻഡ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദി ഗ്രൗണ്ട് വാട്ടർ. അതായത് മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങിയിട്ട് ഭൂഗർഭ ജലത്തിന്റെ ഭാഗമാകുന്നു. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലെ ജലമാണ് ഭൂഗർഭ ജലം. അപ്പൊ റെയിൻ വാട്ടർ മണ്ണിലൂടെ സീപ്പ് ചെയ്യുന്നു, ഭൂമിക്കുള്ളിലേക്ക് എന്ത് ചെയ്യുന്നു? സീപ്പ് ചെയ്യുന്നു, ഊർന്നിറങ്ങുന്നു. എന്നിട്ട് എന്തായിട്ട് മാറുന്നു? ബിക്കംസ് എ പാർട്ട് ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭ ജലമായിട്ട് മാറുന്നു. ഇൻ ഏരിയാസ് വെയർ മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സസ്, അതായത് മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓറോജനിക് പ്രോസസ്. അതായത് പർവ്വത രൂപീകരണ പ്രക്രിയ. അത് ഞാൻ കൺവേർജന്റ് ബൗണ്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് കൂടുതലായിട്ടും മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിൽ, ഇൻ ഏരിയാസ് വെയർ മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സസ് ആർ ആക്റ്റീവ്, മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സുകൾ ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? ദ സബ്സർഫസ് റോക്ക് ലെയേഴ്സ് ഗെറ്റ് ഹീറ്റഡ് അപ്പ്. അതായത് ഭൂമിക്ക് അടിയിലുള്ള ഭൗമോപരിതലത്തിന് അടിയിലെ ശിലാപാളികൾ, റോക്ക് ലെയേഴ്സ് എന്ത് ചെയ്യുന്നു? ഗെറ്റ് ഹീറ്റഡ് അപ്പ്, ചൂടുപിടിക്കുന്നു. എങ്ങനെയാണ് ചൂട് പിടിക്കുന്നത്? ഈ മൗണ്ടെയിൻ ബിൽഡിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഭൂമിക്കടിയിൽ എന്ത് കാണും? ലാവ അല്ലെങ്കിൽ മാഗ്മ കാണും, അല്ലെ? ഈ മാഗ്മ കാരണമാണ് ഈ റോക്ക് ലെയേഴ്സ് ചൂട് പിടിക്കുന്നത്. ആൻഡ് ഈ ചൂട് പിടിച്ച റോക്ക് ലെയേഴ്സ് എന്ത് ചെയ്യും? ദീസ് റോക്ക് ലെയേഴ്സ് വാം അപ്പ് ദി ഗ്രൗണ്ട് വാട്ടർ. ഈ റോക്ക് ലെയേഴ്സ് അതിന്റെ മുകളിലുള്ള ഗ്രൗണ്ട് വാട്ടറിനെ, ഭൂഗർഭ ജലത്തിനെ വാമപ്പ് ചെയ്യും, ചൂടാക്കും. അപ്പൊ ചൂടായി കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത്? ദ ഗ്രൗണ്ട് വാട്ടർ ദസ് വാംഡ് റൈസസ് ടു ദി സർഫസ് as ഹോട്ട് സ്പ്രിങ്സ്. ഇത്തരത്തിൽ ഗ്രൗണ്ട് വാട്ടർ ചൂടായിട്ടുള്ള, വാംഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയർന്നു പൊങ്ങും. റൈസസ് ടു ദി സർഫസ്, മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് എന്തായിട്ട് മാറും? മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോട്ട് സ്പ്രിങ്സ് അഥവാ ചൂട് നീരുറവകൾ. ഓക്കെ, ഇത്തരത്തിൽ ഒരുപാട് ഹോട്ട് സ്പ്രിങ്സ് നമുക്ക് ഹിമാലയൻ റീജിയണിൽ, ഹിമാലയൻ ടെറൈനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ന്യൂമറസ് ഹോട്ട് സ്പ്രിങ്സ് ക്യാൻ ബി സീൻ ഇൻ ദി ഹിമാലയൻ ടെറൈൻ. ഹിമാലയൻ ഭൂപ്രദേശത്ത് നമുക്ക് ഇതുപോലത്തെ ന്യൂമറസ് സ്പ്രിങ്സ്, ഒരുപാട് ഹോട്ട് സ്പ്രിങ്സ്, ചൂട് നീരുറവകൾ കാണാൻ കഴിയും. അപ്പൊ അതിനുള്ള ഉദാഹരണമാണ് നുബ്ര വാലി ഉണ്ട്, അതുപോലെ മണികരൻ ഉണ്ട്, അതുപോലെ തന്നെ കീർഗംഗ. അപ്പോ നുബ്ര താഴ്വര, മണികരൻ, കീർഗംഗ ഇതൊക്കെയാണ് ഹോട്ട് സ്പ്രിങ്സിന് ഉദാഹരണങ്ങൾ. അത് മാത്രമല്ല, ഈ ഹോട്ട് സ്പ്രിങ്സിൽ നിന്ന് നമ്മൾ വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇലക്ട്രിക് പവർ ക്യാൻ ബി ജനറേറ്റഡ് യൂസിങ് ദ ജിയോതെർമൽ എനർജി. ഈ ചൂട് വെള്ളം അല്ലെങ്കിൽ ചൂട് നീരുറവയിൽ നിന്ന് വരുന്ന ആ ചൂടുണ്ടല്ലോ, ആ ചൂട് വെച്ചിട്ടാണ് നമ്മൾ ടർബൈൻസ് കറക്കി അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഇലക്ട്രിക് പവർ ക്യാൻ ബി ജനറേറ്റഡ് യൂസിങ് ദിസ് ജിയോതെർമൽ എനർജി. ആ ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്ന ആ ചൂട്, ആ എനർജിയെ വിളിക്കുന്ന പേരാണ് ജിയോതെർമൽ എനർജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭൗമ താപോർജം എന്ന് പറയും. ഭൂമിക്കുള്ളിൽ നിന്ന് വരുന്ന താപോർജം അതുപയോഗിച്ച് വൈദ്യുതി ജനറേറ്റ് ചെയ്യും. അപ്പൊ സച്ച് a geothermal power plant is functioning at മണികരൻ ഹോട്ട് സ്പ്രിംഗ് ഇൻ ഹിമാചൽ പ്രദേശ്. അതായത് ഹിമാചൽ പ്രദേശിലെ മണികരൻ ഹോട്ട് സ്പ്രിംഗിൽ ഇത്തരത്തിലൊരു ജിയോതെർമൽ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശിലെ മണികരൻ ചൂട് നീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ അടിയിൽ മാഗ്മയുണ്ട്. ഈ മാഗ്മ
ഇതൊരു മൗണ്ടെയിൻ ബിൽഡിംഗ് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഓറോജനിക് പ്രോസസ്സ് നടക്കുന്ന ഒരു പ്രദേശമാണെന്ന് വിചാരിക്കുക. അതായത് ഒരു കൺവേർജന്റ് ബൗണ്ടറി ഉള്ള ഒരു പ്രദേശമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ അടിയില് മാഗ്മയുണ്ട് അല്ലെ? ഈ മാഗ്മ കാരണം ഈ മാഗ്മയുടെ തൊട്ടു മുകളിലുള്ള റോക്സ് എന്ത് ചെയ്യപ്പെടും? റോക്ക് ലെയേഴ്സ്, ശിലാപാളികൾ ചൂട് പിടിക്കുന്നു. അത് കാരണം ഇവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭ ജലവും ചൂട് പിടിക്കുന്നു. ചൂട് പിടിച്ച് അത് മുകളിലേക്ക് റൈസ് ചെയ്യുന്നു. ഉയർന്ന് എന്തായി മാറുന്നു? ഹോട്ട് സ്പ്രിങ്സ് ആയിട്ട് മാറുന്നു. ഈ വാട്ടർ ടേബിൾ ശരിക്കും ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യുമ്പോഴാണ് ഹോട്ട് സ്പ്രിങ്സ് ഉണ്ടാവുന്നത്. അപ്പോ അത്രയുമാണ് ഹോട്ട് സ്പ്രിങ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വെസ്റ്റേൺ ഹിമാലയാസിൽ നോക്കാനായിട്ടുള്ളത് ഉത്തരാഖണ്ഡ് ഹിമാലയാണ്. പടിഞ്ഞാറൻ ഹിമാലയയുടെ മൂന്നാമത്തെ ഡിവിഷനാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഇപ്പൊ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം നമ്മൾ നോക്കി. അടുത്തത് ഉത്തരാഖണ്ഡ് ഹിമാലയാണ്. The Uttarakhand Himalaya is part of the Himalayas which extends from river Satluj to river Kali. അതായത് റിവർ സത്ലജ് മുതൽ റിവർ കാളി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഹിമാലയത്തിന്റെ പാർട്ടാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഈ ഉത്തരാഖണ്ഡ് ഹിമാലയ ഇസ് പാർട്ട് ഓഫ് ദി ഹിമാലയാസ്. ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരാഖണ്ഡ് ഹിമാലയ എക്സ്റ്റെൻസ് ഫ്രം റിവർ സത്ലജ് ടു റിവർ കാളി. റിവർ സത്ലജ് മുതൽ റിവർ കാളി വരെ നീണ്ടു കിടക്കുന്നു. നമുക്കറിയാം വെസ്റ്റേൺ ഹിമാലയ ഏതൊക്കെ നദികളുടെ ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്? വെസ്റ്റേൺ ഹിമാലയ കാണപ്പെടുന്നത് ഏറ്റവും പടിഞ്ഞാറ് ഇൻഡസ് റിവർ, സിന്ധു നദിയും അതുപോലെ തന്നെ കിഴക്ക് കാളി റിവർ, ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ടാണ് വെസ്റ്റേൺ ഹിമാലയ. അപ്പൊ ഇതിന്റെ ഇടയിലായിട്ട് മറ്റൊരു നദി പോകുന്നുണ്ട്. അതാണ് സത്ലജ് റിവർ. സത്ലജ് ഈ ഇൻഡസ് റിവറിന്റെ ഒരു പോഷക നദി, ട്രിബ്യൂട്ടറി ആണ്. അപ്പൊ അത് ഇൻഡസിൽ ചെന്ന് ചേരും. അപ്പൊ ഇതാണ് സത്ലജ്. ഇത് സത്ലജ് ആണ്, എസ് എന്ന് കൊടുക്കുന്നു. ഇത് ഇൻഡസിന് ഐ എന്ന് കൊടുക്കുന്നു. പിന്നെ ഇവിടെ ഇത് കാളിക്ക് കെ എന്ന് കൊടുക്കുന്നു. അപ്പൊ ഈ സത്ലജിനും കാളിക്കും ഇടയിലായിട്ട് വരുന്നത് ഈ ഒരു പ്രദേശം, സത്ലജ് റിവറിനും കാളിക്കും ഇടയിലായിട്ട് വരുന്ന ഈ ഒരു പ്രദേശത്തെ ഹിമാലയത്തെ വിളിക്കുന്ന പേരാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഓക്കെ, ഉത്തരാഖണ്ഡ് ഹിമാലയ. അപ്പൊ ഉത്തരാഖണ്ഡ് ഹിമാലയ എക്സ്റ്റെൻസ് ഫ്രം സത്ലജ് ടു റിവർ കാളി. ഇനി ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോ നോക്കുക, ഇതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് വിചാരിക്കുക. ഇത് ഉത്തരാഖണ്ഡ് ഹിമാലയമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കണ്ടോ, രണ്ടായിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതിന്റെ കിഴക്ക് ഭാഗം അല്ലെങ്കിൽ ഈസ്റ്റേൺ സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കുമയൂൺ ഹിമാലയ. ഇതാണ് ഇതിന്റെ കിഴക്ക് ഭാഗം. ഇതിനെ വിളിക്കുന്ന പേരാണ് കുമയൂൺ ഹിമാലയ. ഇതിന്റെ വെസ്റ്റേൺ സൈഡിനെ വിളിക്കുന്ന പേരാണ് ഗഡ്വാൾ ഹിമാലയ. അപ്പൊ ഗഡ്വാളിന് ജി എന്നും കുമയൂണിന് കെ എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ്സ് വെസ്റ്റേൺ സൈഡ് ഈസ് നോൺ ആസ് ഗഡ്വാൾ ഹിമാലയ. അതായത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ വെസ്റ്റേൺ സൈഡ്, പടിഞ്ഞാറൻ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ഗഡ്വാൾ ഹിമാലയ. അപ്പോൾ ഇറ്റ്സ് വെസ്റ്റേൺ സൈഡ് ഈസ് നോൺ ആസ് ഗഡ്വാൾ ഹിമാലയ. ഇവിടെ കണ്ടോ, ഗഡ്വാൾ ഹിമാലയ വെസ്റ്റിലാണ്. അതുപോലെ ആൻഡ് ഈസ്റ്റേൺ സൈഡ് ഈസ് നോൺ ആസ് കുമയൂൺ ഹിമാലയ. ഇതിന്റെ ഈസ്റ്റേൺ ഭാഗം, കിഴക്ക് ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് കുമയൂൺ ഹിമാലയ. ഓക്കെ, ഇനി ഇവിടെ ഒരുപാട് ഹൈ പീക്കുകൾ, ഉയർന്ന കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. സെവറൽ ഹൈ പീക്സ് സച്ച് ആസ് നന്ദാദേവി, അതുപോലെ തന്നെ കാമറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് എക്സെട്ര ആർ സിറ്റുവേറ്റഡ് ഇൻ ദി ഉത്തരാഖണ്ഡ് ഹിമാലയ. അതായത് ഉത്തരാഖണ്ഡ് ഹിമാലയയിൽ സെവറൽ ഹൈ പീക്സ്, ഒരുപാട് ഉയർന്ന കൊടുമുടികളുണ്ട്. അതിന്റെ പേരുകളാണ് സച്ച് ആസ് നന്ദാദേവി ഉണ്ട്, അതുപോലെ തന്നെ കാമറ്റ് ഉണ്ട്, ബദ്രിനാഥ് ഉണ്ട്, കേദാർനാഥ് ഉണ്ട്. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഓക്കെ, ഇനി അത് മാത്രവുമല്ല, ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ ഹിമാനികൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് ഗംഗോത്രി ഗ്ലേഷ്യർ, മറ്റൊന്ന് യമുനോത്രി ഗ്ലേഷ്യർ. So the Gangotri and Yamunotri glaciers from where the rivers Ganga and Yamuna originate. ഇവിടെ നിന്നാണ്, ഈ രണ്ട് ഗ്ലേഷ്യറിൽ നിന്നാണ് ഗംഗാ നദിയും യമുന നദിയും ഉത്ഭവിക്കുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഗംഗാ നദിയും യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്ന് യമുന നദിയും ഒറിജിനേറ്റ് ചെയ്യുന്നു, ഉത്ഭവിക്കുന്നു. അപ്പോ ദ ഗംഗോത്രി ആൻഡ് യമുനോത്രി ഗ്ലേഷ്യർ ഫ്രം വെയർ, അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഫ്രം വെയർ ദ റിവേഴ്സ് ഗംഗ ആൻഡ് യമുന ഒറിജിനേറ്റ്.
ഗംഗയും യമുനയും ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇവിടെ കാശ്മീർ ഹിമാലയത്തിലും ഹിമാചൽ ഹിമാലയത്തിലും കണ്ട പോലെ തന്നെയുള്ള ഫ്രഷ് വാട്ടർ ലേക്സുകളുണ്ട്, ശുദ്ധജല തടാകങ്ങൾ. ഫ്രഷ് വാട്ടർ ലേക്സ് സച്ച് ആസ് നൈനിറ്റാൾ ആൻഡ് ഭീംതാൾ ആർ ഓൾസോ സിറ്റുവേറ്റഡ് ഇൻ ദിസ് റീജിയൻ. ഈ റീജിയനിലാണ് ഫ്രഷ് വാട്ടർ ലേക്സുകളായിട്ടുള്ള നൈനിറ്റാളും ഭീംതാലും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയം എവിടെ മുതൽ എവിടം വരെയാണെന്ന് പഠിച്ചു. സത്ലജ് മുതൽ കാളി വരെയാണ്. അതുപോലെ ഇതിന്റെ വെസ്റ്റേൺ സൈഡിനെ ഗഡ്വാൾ ഹിമാലയം എന്നും ഈസ്റ്റേൺ സൈഡിനെ കുമയൂൺ ഹിമാലയം എന്നും വിളിക്കുന്നു. പ്രധാനപ്പെട്ട ഹൈ പീക്സ് നോക്കി ഏതൊക്കെയായിരുന്നു? നന്ദാദേവി, അതുപോലെ തന്നെ ക്യാമറ്റ് ഉണ്ട്, ബദ്രിനാഥ് ഉണ്ട്, കേദാർനാഥ് ഉണ്ട്. പിന്നെ 2 ഗ്ലേഷ്യർ ഉണ്ട് ഇവിടെ, ഗംഗോത്രി, യമുനോത്രി. അതിൽ നിന്ന് ഗംഗയും യമുനയും ഉത്ഭവിക്കുന്നു. പിന്നീട് ഇവിടെ കാണപ്പെടുന്ന ഫ്രഷ് വാട്ടർ ലേക്കുകളാണ് നൈനിറ്റാളും ഭീംതാലും. അടുത്തതായിട്ട് നമുക്ക് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന വാലീസിനെ കുറിച്ചാണ് നോക്കാനായിട്ടുള്ളത്. ആ വാലീസിന് ഒരു പ്രത്യേക പേരുണ്ട്. അവ അറിയപ്പെടുന്ന പേരാണ് ഡ്യൂൺസ്, അല്ലെങ്കിൽ നമ്മൾ ഡ്യൂൺസ് എന്ന് പറയും. അപ്പോൾ ദ ഫ്ലാറ്റ് വാലീസ് seen in between the lesser Himalayas and the Shivalik hill ranges are dunes. അതായത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള വാലീസ് ആണ്, നിരപ്പായ താഴ്വരകളാണ്. അത് എവിടെയാണ് കാണപ്പെടുന്നത്? അത് സീൻ ചെയ്യുന്നത് എന്തിന്റെയൊക്കെ ഇടയിൽ? they are seen in between the lesser Himalayas and the Shivalik hill ranges. ലെസർ ഹിമാലയത്തിനും ശിവാലിക് ഹിൽ റേഞ്ചിനും ഇടയിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്, ഈ ഡ്യൂണുകൾ കാണപ്പെടുന്നത്. അപ്പൊ ഇത് എങ്ങനെയുള്ള വാലീസ് ആണ്? നിരപ്പായ ഫ്ലാറ്റ് ആയിട്ടുള്ള വാലീസ് ആണ്. ഇതിനൊരു ഉദാഹരണമാണ് ഡെറാഡ്യൂൺ എന്ന് പറയുന്നത്. ഡെറാഡ്യൂൺ ഇൻ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഈസ് ഫേമസ് എമംഗ് ദീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്യൂണുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്യൂണാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഏതൊക്കെ റേഞ്ചിന്റെ ഇടയിലാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 പാരലൽ, ഹിമാലയത്തിൽ വരുന്ന 3 പാരലൽ മൗണ്ടെയിൻ റേഞ്ചുകളെ കുറിച്ച്. അപ്പോൾ അത് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കാണുക. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നടുക്ക് വരുന്ന ലെസർ ഹിമാലയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ താഴെ വരുന്ന ശിവാലിക് റേഞ്ചിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഈ ലെസർ ഹിമാലയത്തിനും ശിവാലിക് റേഞ്ചിനും ഇടയിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള താഴ്വരകൾ അല്ലെങ്കിൽ ഡൂണുകൾ കാണപ്പെടുന്നത്. അപ്പൊ ഈ ഡൂണുകൾ നമുക്ക് ഈ 2 റേഞ്ചിന്റെയും ഇടയിലായിട്ട് വരയ്ക്കാം. കണ്ടോ? ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ടാണ് ഡ്യൂണുകൾ കാണപ്പെടുന്നത്. അപ്പോ ഡ്യൂൺസ് ആർ സീൻ ഇൻ ബിറ്റ്വീൻ ലെസർ ഹിമാലയാസ് ആൻഡ് ദി ശിവാലിക് ഹിൽ റേഞ്ച്. താഴെ വരുന്നത് ശിവാലിക്, മുകളിൽ വരുന്നത് ലെസർ ഹിമാലയ, അല്ലെങ്കിൽ നമ്മൾ ഹിമാചൽ എന്ന് പറയും. ഇതിന് മുകളിൽ ഒരു റേഞ്ച് കൂടിയുണ്ട്. അത് ഏതായിരുന്നു? അതായിരുന്നു ഹിമാദ്രി എന്ന് പറയുന്ന റേഞ്ച്. ഹിമാദ്രി എന്ന റേഞ്ചാണ് ഇതിന് മുകളിൽ കാണപ്പെടുന്നത്, ഹിമാദ്രി. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, ഹിമാദ്രിയുടെ ഭാഗത്തല്ല, ഹിമാചലിന്റെയും ശിവാലിക്കിന്റെയും ഇടയിലായിട്ടാണ് ഡ്യൂണുകൾ കാണപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബുഗ്യാൽസിനെ കുറിച്ചാണ്. ഈ ബുഗ്യാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം മെഡോസ് ആണ്, പുൽമേടുകളാണ്. നമ്മൾ കാശ്മീർ ഹിമാലയത്തിൽ മർഗ്സ് ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ വരുന്നതാണ് ബുഗ്യാൽസ്. അപ്പൊ ദി ആൽപൈൻ സമ്മർ മെഡോസ്, ഇത് ആൽപൈൻ സമ്മർ മെഡോസ് ആണ്. ആൽപൈൻ സമ്മർ മെഡോസ് എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന അതും സമ്മർ സീസണിൽ, വേനൽക്കാലത്ത് കാണപ്പെടുന്ന വേനൽ മെഡോസ്, പുൽമേടുകളാണ്. ഓക്കെ, വേനൽക്കാല പുൽമേടുകളാണ്, സമ്മർ മെഡോസ് ആണ് ഈ ബുഗ്യാൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആൽപൈൻ എന്ന് പറയുന്നത് അത് വളരെ ഉയരത്തിൽ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, ദി ആൽപൈൻ സമ്മർ മെഡോസ് എലോങ് ദി ഹയർ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടെയിൻ സ്ലോപ്സ്, അതായത് വളരെ ഉയരമുള്ള മൗണ്ടെയിൻ സ്ലോപ്പുകളിൽ, പർവ്വത ചരിവുകളിൽ. ഹയർ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ ഉയരമുള്ള, അപ്പൊ വളരെ ഉയരമുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള പർവ്വത ചരിവുകളിൽ, മൗണ്ടെയിൻ സ്ലോപ്പിൽ കാണപ്പെടുന്ന ആൽപൈൻ സമ്മർ മെഡോസ്, വേനൽക്കാലത്ത് കാണപ്പെടുന്ന ആൽപൈൻ മെഡോസ് ആണ്, പുൽമേടുകളാണ് എന്ത്? ബുഗ്യാൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ആൽപൈൻ സമ്മർ മെഡോസ് അലോങ് ദി ഹയർ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടെയിൻ സ്ലോപ്സ് ഓഫ് ദിസ് റീജിയൻ, ഏത് റീജിയൻ? ഉത്തരാഖണ്ഡ് റീജിയനിലാണ് ഇത് കാണപ്പെടുന്നത്. ആർ കാൾഡ് ബുഗ്യാൽസ്. അപ്പോൾ ഉത്തരാഖണ്ഡ് റീജിയനിൽ
കാണപ്പെടുന്ന എന്താണ് വളരെ ഹയർ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൈൻ സ്ലോപ്പിൽ കാണപ്പെടുന്ന സമ്മർ മെഡോസ്, ആൽപൈൻ സമ്മർ മെഡോസ് ആണ് ബുഗ്യാൾസ്. ദ ബുഗ്യാൾസ് വെൻ ഗെറ്റ് ബറീഡ് അണ്ടർ സ്നോ ഡ്യൂറിങ് വിന്റർ. സമ്മർ കഴിഞ്ഞ് വിന്റർ വരുമ്പോഴത്തേക്കും ഈ ബുഗ്യാൾസ് എന്തിന്റെ അടിയിലാവും? ദേ ഗെറ്റ് ബറീഡ് അണ്ടർ സ്നോ. അത് സ്നോയുടെ അടിയിലാവും ഈ പുൽമേടുകൾ. അപ്പോൾ ഈസ് മെയ്ഡ് യൂസ് ഫോർ വിന്റർ ടൂറിസം ഇൻ മെനി ഏരിയാസ്. മർഗുകൾ പോലെ തന്നെ ഈ ബുഗ്യാൾസും വിന്റർ സീസണിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വിന്റർ ടൂറിസത്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? വിനോദസഞ്ചാരത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡ്യൂറിങ് വിന്റർ ബുഗ്യാൾസ് ഈസ് മെയ്ഡ് യൂസ് ഫോർ വിന്റർ ടൂറിസം ഇൻ മെനി ഏരിയാസ്. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾസ് ആണ്, ബുഗ്യാൾസിനുള്ള എക്സാമ്പിൾസ് ആണ്. ഒന്ന് ദയാര ബുഗ്യാൾ, അതുപോലെ തന്നെ ഗോർസോൺ ബുഗ്യാൾ. ഇത് രണ്ടും ബുഗ്യാളിന് എക്സാമ്പിൾ ആണ്. ഇനി അപ്പൊ ഇത്രയുമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല, ഈ ബുഗ്യാൾസിനെയും അതുപോലെ ഷെപ്പേർഡ്സിനെയും കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആട്ടിടയന്മാരും ബുഗ്യാളും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. The meadows in the Himalayas found between 3000 to 4500 meters are called ബുഗ്യാൾസ് in ഗഡ്വാൾ region. അതായത് ഗഡ്വാൾ റീജിയണിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന പുൽമേടുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ബുഗ്യാൾസ്. അപ്പോൾ ഇത് വരച്ചു കാണിക്കുകയാണെങ്കിൽ ഏകദേശം ഇത് ഇവിടെ പറയുന്നുണ്ട്, ഇത് ബിറ്റ്വീൻ ദി ട്രീ ലൈൻ ആൻഡ് ദി സ്നോ ലൈൻ എന്ന് പറയുന്നുണ്ട്, അല്ലേ? ബുഗ്യാൾസ് ബിറ്റ്വീൻ ദ ട്രീ ലൈൻ ആൻഡ് ദി സ്നോ ലൈൻ. ട്രീ ലൈനും അതായത് വൃക്ഷരേഖയ്ക്കും ഹിമരേഖയ്ക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു മൗണ്ടെയിൻ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മൗണ്ടെയിൻസിൽ ഒരു ലൈൻ കാണും. ആ ഒരു ലൈനിന്റെ മുകളിലോട്ടായിരിക്കും എന്ത് കാണുന്നത്? സ്നോ കാണുന്നത്. അപ്പോൾ മഞ്ഞ് കാണപ്പെടുന്ന ആ ഒരു ലൈൻ, അതിന് മുകളിലോട്ടായിരിക്കും സ്നോ വരുന്നത്. അപ്പോൾ ഈ ലൈനാണ് എന്ത്? സ്നോ ലൈൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ മലയാളത്തിൽ ഹിമരേഖ എന്ന് പറയും. അതുപോലെ തന്നെ അവിടെ സസ്യങ്ങൾക്ക് മാക്സിമം നിൽക്കാൻ കഴിയുന്ന ഒരു ലൈൻ കാണും. അതിന് താഴോട്ടായിരിക്കും സസ്യങ്ങൾ കാണപ്പെടുന്നത്, ഇതിന് താഴോട്ട്. അപ്പോൾ ആ ഒരു ലൈന്, സസ്യങ്ങൾ കാണുന്ന ആ ഒരു മാക്സിമം വരുന്ന ലൈനാണ് വൃക്ഷരേഖ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ എന്തെന്ന് പറയും? ട്രീ ലൈൻ എന്ന് പറയും. അപ്പോൾ മുകളിൽ സ്നോ ലൈൻ ഉണ്ട്, താഴെ ഗ്രീൻ കളറിൽ വൃക്ഷരേഖ അല്ലെങ്കിൽ ട്രീ ലൈൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിനെയും ഇടയിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഈ ബുഗ്യാൾസ് കാണപ്പെടുന്നത്. ബുഗ്യാൾസ് ഇതിന് രണ്ടിനെയും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഈ ബുഗ്യാൾസ് ഗഡ്വാൾ റീജിയണിലാണ് കാണുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ബുഗ്യാൾസ് റിമെയിൻ അണ്ടർ സ്നോ ഡ്യൂറിങ് വിന്റർ ശൈത്യകാലങ്ങളിൽ എന്തിന്റെ അടിയിലായിരിക്കും? ദേ റിമെയിൻ അണ്ടർ സ്നോയുടെ അണ്ടറിലായിരിക്കും, അടിയിലായിരിക്കും ആര്? ഈ ബുഗ്യാൾസ് കാണപ്പെടുന്നത്. കാരണം സ്വാഭാവികമായിട്ടും മഞ്ഞ് മൂടുമല്ലോ. പക്ഷെ എന്നാൽ വെൻ ദ സ്നോ മെൽസ് അവേ ഇൻ സമ്മർ സീസണിൽ വേനൽക്കാലത്ത് മഞ്ഞ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത്, ഉരുകുന്ന സമയത്ത് ഈ ബുഗ്യാൾസ് എന്തായി മാറും? ബുഗ്യാൾസ് ആർ ട്രാൻസ്ഫോംഡ് ഇൻറ്റു ഗ്രീൻ മെഡോസ്. ഈ ബുഗ്യാൾസ് ആരായിട്ട് ട്രാൻസ്ഫോം ചെയ്യും? ഇൻറ്റു ഗ്രീൻ മെഡോസ്. നല്ല പച്ച നിറത്തിലുള്ള പച്ച പുതച്ചു നിൽക്കുന്ന പുൽമേടുകളായിട്ട്, മെഡോസ് ആയിട്ട് ഈ ബുഗ്യാൾസ് മാറും വിന്റർ കഴിയുമ്പോൾ, സമ്മർ ആവുമ്പോഴത്തേക്കും. മാത്രവുമല്ല, ആ സമയത്താണ് ഇവിടേക്ക് ആര് വരുന്നത്? ആട്ടിടയന്മാർ, ഷെപ്പേർഡ്സ് വരുന്നത്. ദ ഷെപ്പേർഡ്സ് റീച്ച് ദീസ് മെഡോസ് ഫ്രം ദ ഡ്രൈ വാലീസ് വിത്ത് ദെയർ ഹെഡ്സ് ഡ്യൂറിങ് ദി സമ്മർ സീസൺ. ഷെപ്പേർഡ്സ് എന്ത് ചെയ്യും? ഈ മെഡോസിലേക്ക് എത്തും. ദേ റീച്ച് ദീസ് മെഡോസ്. എവിടെ നിന്നാണ് അവർ വരുന്നത്? ഫ്രം ദി ഡ്രൈ വാലീസ്, അതായത് ഉണങ്ങിയ താഴ്വരകളിൽ. സമ്മർ ആകുമ്പോൾ താഴ്വരകളൊക്കെ എന്ത് ചെയ്യും? ഉണങ്ങിപ്പോകും. അപ്പൊ അവിടുന്ന് ആടുകളുമായിട്ട്, അവരുടെ ഹെഡ്സുമായിട്ട് അവർ എങ്ങോട്ടേക്ക് വരും? മുകളിലേക്ക് കയറി ഈ ബുഗ്യാൾസിലേക്ക് എത്തും. അപ്പോൾ എപ്പോഴാണ് ഇവർ വരുന്നത്? ഡ്യൂറിങ് സമ്മർ സീസൺ, അല്ലേ? അവര് താമസിക്കുന്ന ഡ്രൈ വാലീസ് ഉണങ്ങുമ്പോഴാണ് അവര് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ സമ്മറിൽ ഇവര് ബുഗ്യാൾസിലെത്തും. ലീവിങ് ദെയർ ഡ്രൈ വാലീസ് ദേ മേക്ക് ടെമ്പററി ക്യാമ്പിംഗ് ഷെഡ്സ് ആൻഡ് ലീവ് അലോങ് വിത്ത് ദെയർ ലൈഫ് സ്റ്റോക്ക് ഇൻ ദി ലക്ഷൂറിയൻ ഗ്രീൻ ബുഗ്യാൾസ്. അവരുടെ ഡ്രൈ ലാൻഡ് ലീവ് ചെയ്തിട്ട്, വിട്ടുകളഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും? ആ ബുഗ്യാൾസിലെത്തി അവിടെ ടെമ്പററി ക്യാമ്പിംഗ് ഷെഡ്സ്, അതായത് താൽക്കാലികമായിട്ടുള്ള പാർപ്പിടങ്ങൾ അവരുണ്ടാക്കും, ടെമ്പററി ആയിട്ടുള്ള.
എന്നിട്ട് എന്ത് ചെയ്യും? ലീവ് എലോങ് വിത്ത് ദെയർ ലൈഫ് സ്റ്റോക്ക്, അവരുടെ ലൈഫ് സ്റ്റോക്കുകളുമായിട്ട്, ആട്ടിൻകൂട്ടമായിട്ട്, അല്ലെങ്കിൽ എന്താണോ ഏത് ജീവിയാണോ വളർത്തുന്നത് അതുമായിട്ട് അവരവിടെ ജീവിക്കും. എവിടെ? ഇൻ ദ ലക്ഷറിയന്റ് ഗ്രീൻ ബുഗ്യാൾസ്, നല്ല പച്ച നിറത്തിൽ സമ്മർ സീസണിൽ കാണപ്പെടുന്ന ഗ്രീൻ ബുഗ്യാൾസിൽ അവർ താമസിക്കും. വിത്ത് ദ അഡ്വെന്റ് ഓഫ് വിന്റർ, എന്നാൽ സമ്മർ മാറി വീണ്ടും എന്ത് വരുന്നു? വിന്റർ വരുന്നു. വിന്റർ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ദേ ലീവ് ദീസ് ഹിൽസ്, അവര് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, മഞ്ഞുവീഴ്ച തുടങ്ങുമ്പോൾ അവര് പതിയെ ഈ ബുഗ്യാൾസിൽ നിന്ന് ലീവ് ചെയ്യും. എന്നിട്ട് എങ്ങോട്ടേക്ക് പോകും? അവർ തിരിച്ച് ഡ്രൈ വാലീസ്, അവരുടെ വാലീസിലേക്ക്, താഴ്വരയിലേക്ക് പോകും. ആൻഡ് ലീവ് ഇൻ ദ വാലീസ് അണ്ടിൽ ദ നെക്സ്റ്റ് സീസൺ, അടുത്ത സീസൺ വരെ. അണ്ടിൽ ദ നെക്സ്റ്റ് സീസൺ, അടുത്ത സമ്മർ സീസൺ വരെ അവര് തണുപ്പ് കാലം, ഈ വിന്റർ സീസണിൽ വാലീസിൽ പോയി താമസിക്കും. വീണ്ടും അടുത്ത സമ്മർ വരുമ്പോൾ ഇവർ തിരിച്ചു വരുന്നു ആടിനെ മേയ്ക്കാനായിട്ട്. എന്നിട്ട് അവിടെ താമസിക്കും. വീണ്ടും അടുത്ത വിന്റർ വരുമ്പോൾ ഇവർ തിരിച്ചു പോകുന്നു. അപ്പൊ ഇവർ സീസണൽ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നവരാണ്, അതായത് വന്നും പോയി നിൽക്കുന്നവരാണ്. താൽക്കാലികമായിട്ട് ഇവർ വരും, തിരിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലിക ദേശാടനം ഇവിടെ നടക്കുന്നുണ്ട്, സീസണൽ മൈഗ്രേഷൻ, അല്ലെ? ഇവർ ദേശാടനക്കാരാണ്. ഇത്തരത്തിലുള്ള സീസണൽ മൈഗ്രേഷൻ എലോങ് വിത്ത് ദിയർ ഡൊമസ്റ്റിക് ആനിമൽസ്, അതായത് വളർത്തുമൃഗങ്ങളുമായിട്ടുള്ള ഇവരുടെ ഈ ഒരു സീസണൽ മൈഗ്രേഷനെ, കാലികമായിട്ടുള്ള ദേശാടനത്തിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയും, കേട്ടോ, ട്രാൻസ് ഹ്യൂമൻസ്. അപ്പോൾ ദ സീസണൽ മൈഗ്രേഷൻ അലോങ് വിത്ത് ദിയർ ഡൊമസ്റ്റിക് ആനിമൽസ് ഫ്രം വൺ ഗ്രേസിംഗ് ഗ്രൗണ്ട് ടു അനദർ, അതായത് ഒരു ഗ്രേസിംഗ് ഗ്രൗണ്ടിൽ നിന്ന്, ഒരു മേച്ചിൽപ്പുറത്തിൽ നിന്ന് അടുത്ത മേച്ചിൽപ്പുറം തേടി ഇങ്ങനെയുള്ള അവരുടെ വളർത്തുമൃഗങ്ങളുമായുള്ള ഇത്തരത്തിലുള്ള താൽക്കാലിക മൈഗ്രേഷൻ, താൽക്കാലിക ദേശാടനം, സീസണൽ മൈഗ്രേഷനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹ്യൂമൻസ്. അപ്പൊ ഇത്രയുമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ വരുന്നത്. അപ്പോ നമ്മൾ ഇന്ന് നോക്കിയത് ഹിമാലയത്തിന്റെ റീജിയണൽ ഡിവിഷൻ ആണ്. ഹിമാലയത്തിന് 3 റീജിയണൽ ഡിവിഷൻ ആണുള്ളത്. ഏതൊക്കെ? വെസ്റ്റേൺ ഹിമാലയ, പടിഞ്ഞാറൻ ഹിമാലയം, അതുപോലെ സെൻട്രൽ ഹിമാലയ, മധ്യ ഹിമാലയം, അതുപോലെ തന്നെ കിഴക്കൻ ഹിമാലയ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയ. അപ്പൊ ഇതിൽ തന്നെ ഒന്നാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള വെസ്റ്റേൺ ഹിമാലയാസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. വെസ്റ്റേൺ ഹിമാലയത്തിൽ വരുന്ന കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ, ഇത് ഇത്രയും നമ്മൾ നോക്കി. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് റീജിയണൽ ഡിവിഷനിൽ തന്നെ വരുന്ന സെൻട്രൽ ഹിമാലയയും ഈസ്റ്റേൺ ഹിമാലയയും, അതായത് മധ്യ ഹിമാലയവും കിഴക്കൻ ഹിമാലയവും നമുക്കിനി പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. താങ്ക് യു.